जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम निताय गौर हरि बोल हरि बोल हरि बोल हरि बोल जय जय प्रभुपाद जय जय गुरुदेव हरिनाम संकीर्तन की जय, श्रील प्रभुपाद की जय, गौर प्रेमानंदे। ഹരേ കൃഷ്ണ. പ്രഭുജി തോടെ സൗണ്ട് കൂട്ടിയാൽ നല്ലതായിരുന്നു പ്രഭുജി. സൗണ്ട് വളരെ കുറവാണ്. ഹരേ കൃഷ്ണ. കേൾക്കാമോ പ്രഭു? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം പ്രഭുജി. ഓക്കെ. പിന്നെ നമുക്ക് 27-ാമത്തെ പേജില് കീർത്തനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഞാൻ അങ്ങ് പറഞ്ഞു പോവാം. ഓക്കെ. അപ്പൊ ഈ കീർത്തനത്തില് ഫസ്റ്റ് പറയുന്നത് ഹരേർനാമൈവ കേവലം കലൗ നാസ്തേവ വിരണ്യക എന്നാണ്. കലഹവും കാപട്യവും നിറഞ്ഞ ഈ കലിയുഗത്തിൽ മോക്ഷത്തിനായുള്ള ഒരേ മാർഗം ഹരിയുടെ തിരുനാമമാണ്. മറ്റൊരു മാർഗമില്ല. അപ്പോ നമ്മള് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്താലും നമ്മളും മനസ്സിലാക്കേണ്ടത് ഹരിനാമം മാത്രമാണ് കലിയുഗത്തിലെ നമുക്കൊരു മാർഗം. ഓരോ യുഗത്തിലും യുഗധർമ്മം ഉണ്ടാവും. അപ്പൊ അതുപോലെ സത്യയുഗത്തില് എല്ലാവരും തപസ്സായിരിക്കും ചെയ്തിരിക്കുക. അന്ന് ഹരിനാമമല്ല ആൾക്കാർ ചെയ്തത്. അവർക്ക് ഭഗവാനെ അനുഗ്രഹം കിട്ടാനും മോക്ഷം കിട്ടാനും ഉള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തപസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതുമാത്രമല്ല, അവർക്ക് അത്രയും ആയുസ് ഉണ്ടായിരുന്നു, അത്രയും ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ 10,000 വർഷം, ഇപ്പൊ ഹിരണ്യകശിപു എടുത്തു കഴിഞ്ഞാൽ 10,000 വർഷം ഹിരണ്യകശിപു തപസ് ചെയ്തു എന്ന് കേൾക്കും. കാരണം 1,00,000 വർഷം ജീവിക്കുന്ന ഒരാൾക്ക് 10,000 വർഷം കുറച്ച് സമയം മാത്രമാണ് അവർ തപസ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവര് ആത്മസാക്ഷാത്കാരം നേടുന്നത്.
എന്നാൽ അടുത്ത യുഗം ത്രേതായുഗം വരുമ്പോഴത്തേക്ക് അവരാരും തപസ് ചെയ്തില്ല. കാരണം തപസ് ചെയ്യാനുള്ള ആ മനസ്സ് അവർക്കില്ല. നമുക്കൊരു പീസ്ഫുൾ ആയിട്ടൊരു മൈൻഡ് വേണം. ഇപ്പോൾ ആൾക്കാർ പറയും ഞാൻ യോഗ ചെയ്യാൻ പോകണം എന്ന് പറഞ്ഞിട്ട് കണ്ണോടെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു കുറച്ച് സമയം പോലും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. മനസ്സ് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് തപസ്സിൽ ചെയ്യാൻ സാധിക്കില്ല. ഒറ്റക്കാലിൽ നിന്നുകൊണ്ടൊന്നും പറ്റില്ല. അപ്പം ആ ശക്തിയും ആ മാനസികമായ ശക്തിയും ശാരീരികമായിട്ടുള്ള ശക്തിയും നഷ്ടപ്പെട്ടത് കാരണം അടുത്ത യുഗത്തിൽ ത്രേതായുഗത്തിൽ വന്നപ്പോൾ യജ്ഞങ്ങൾ ചെയ്തു. നമ്മൾ രാമായണമൊക്കെ വായിക്കുമ്പോൾ അറിയാൻ സാധിക്കും. രാമായണത്തിൽ മുഴുവനും യജ്ഞം ചെയ്തു എന്ന് മാത്രമേ കാണാൻ സാധിക്കൂ. വിശ്വാമിത്രർ രാമചന്ദ്രമൂർത്തിയെ വിളിച്ചുകൊണ്ട് പോയി യജ്ഞം ചെയ്തു, രാമചന്ദ്രമൂർത്തി യജ്ഞം ചെയ്തു. അല്ലാതെ ആ രാമായണത്തിൽ മുഴുവൻ സ്ഥലത്തിലും യജ്ഞത്തിനെ കുറിച്ച് കേൾക്കാൻ പറ്റും. പക്ഷെ പിന്നെ ആ മന്ത്രം ശുദ്ധിയോടി ആ കറക്റ്റായിട്ട് ചാൻഡ് ചെയ്യാനും ഇതൊക്കെ അവർക്ക് സാധിക്കാത്തത് കൊണ്ട് അടുത്ത യുഗത്തിൽ വന്നപ്പോൾ യജ്ഞം നിന്നു. പിന്നെ വിഗ്രഹാരാധന വന്നു. കൃഷ്ണന്റെ കാലഘട്ടത്താണ് വിഗ്രഹാരാധന. ആ ദ്വാപരയുഗത്തിലാണ് വിഗ്രഹാരാധന നടത്തുന്നത്. പക്ഷെ കലിയുഗത്തിലാകുമ്പോൾ വിഗ്രഹാരാധനയ്ക്കും പ്രാധാന്യമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആർക്കും മന്ത്രമോ തന്ത്രങ്ങളോ ഒന്നും അറിയില്ല. അപ്പൊ അവരെല്ലാം ഒരു ചടങ്ങിന് ചെയ്യുന്നു ഒന്നും അല്ലാതെ പലപ്പോഴും വിശ്വാസവുമില്ല. തുമി വിഗ്രഹാണകി സാക്ഷാത് വൃജേന്ദ്ര നന്ദന എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അതായത് ഈ വിഗ്രഹം വൃജേന്ദ്രൻ നന്ദന്റെ മകനാണ്. അപ്പൊ അത് കൃഷ്ണനാണ്, അല്ല അത് ദേവനാണ് എന്നുള്ളൊരു ബോധം വേണം. പലപ്പോഴും ആൾക്കാർക്കില്ല. അതൊരു ജോലിയാണ്. കൃത്യസമയത്തിന് തുറക്കുക, കൃത്യസമയത്തിന് അടയ്ക്കുക. ഒരു ഭക്തന് ഒന്ന് ദർശനത്തിന് വേണ്ടി ആ ദർശനം കൊടുക്കാനുള്ള മനസ്സ് കാണിക്കാനും പൂജാരി ചിലപ്പോൾ നിൽക്കില്ല. കർപ്പന അടച്ചിട്ട് പോവുക, ഇനി സമയം കഴിഞ്ഞു. അല്ല, നിവേദ്യം കൊടുക്കുമ്പോൾ ബോധത്തോടുകൂടി അത് ദൈവത്തിനാണ്, ഭഗവാനാണ് തറയിൽ കിടന്നാലും ഭാര്യ എടുത്ത് കൊടുത്തോളാം. ചിലപ്പോൾ ഇനി കുക്ക് ചെയ്യാൻ പറ്റില്ല, രണ്ടാമത് പോയിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പൊ ആ വൃത്തിയില്ല. ഇപ്പൊ നമ്മൾ തറയിൽ കിടക്കുന്ന ഒരു വസ്ത്രം എടുത്തിട്ടോ, ഒരു മാല തറയിൽ വീണാലോ, ഒരു എന്തെങ്കിലും കഴിക്കുന്ന കാര്യം തറയിൽ വീണാലോ എടുത്ത് നമ്മൾ കഴിക്കില്ല. കാരണം എന്തുകൊണ്ട്? നമുക്ക് അത് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഭഗവാന് മാത്രം അത് ഭഗവാനാണെന്ന് തോന്നുന്നവർ അത് കൊടുക്കില്ല. ഭഗവാനല്ല അത് വിഗ്രഹമാണെന്ന് തോന്നിയാൽ തറയിൽ കിടക്കുന്ന വസ്ത്രം എടുത്ത് ഭഗവാന്റെ മേലെ ഇടും. അതൊന്നും അവർക്ക് വിഷയമല്ല. അപ്പോൾ അതുപോലെ കഴിക്കുന്ന ആഹാരം തറയിൽ വീണാലും എടുത്ത് തട്ടിയിട്ട് അങ്ങ് കൊടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ചൈതന്യ പ്രഭു പറയുന്നത് തുമി വിഗ്രഹാണ്, നീ വിഗ്രഹമല്ല, സാക്ഷാത് ബ്രജേന്ദ്രൻ നന്ദന, ബ്രജേന്ദ്രന്റെ മകനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് വിഗ്രഹമായിട്ട് കണക്കാക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ പറയുന്നത് ഹരിനാമം എന്ന് പറയുന്നത് കലിയുഗത്തിന് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ക്വാളിറ്റി ഒന്നും ആർക്കുമില്ല. പൂജാ ദ്രവ്യങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ മായം ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് പരിശുദ്ധമല്ല. നെയ്യ് മേടിച്ചാൽ, നെയ്യിൽ യജ്ഞം ചെയ്യാമെന്ന് പറഞ്ഞ് നെയ്യ് മേടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അഭിഷേകം ചെയ്യാൻ നെയ്യ് മേടിച്ചാൽ അതിൽ അനിമൽ ഫാറ്റൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ ഈ യുഗത്തിൽ എന്ത് പറഞ്ഞിട്ടില്ല? വിഗ്രഹാരാധന പറയുന്നില്ല. പിന്നെ എന്താ പറയുന്നത്? നാമസങ്കീർത്തനം. നാമസങ്കീർത്തനം നമ്മൾ ജപിച്ചാൽ മതി. ഇൻ കേസ് നമ്മൾ ഒരു പൂജാരിയെ ഏൽപ്പിക്കുകയാണ്, എനിക്ക് വേണ്ടി ഈ പൂജ ചെയ്യൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഈ യജ്ഞം ചെയ്യൂ, എനിക്ക് വേണ്ടി തപസ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യാൻ സാധിക്കില്ല അവർക്ക്. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസ അനുസരിച്ചിട്ടായിരിക്കും അവർ യജ്ഞം ചെയ്യുക, അവർ തപസ് ചെയ്യുക. നമ്മളൊരു 100 രൂപ കൊടുത്താൽ പൂജാരി അകത്ത് നിന്ന് തുമ്പലയിൽ പ്രസാദമായിട്ട് വന്ന് പടിയിൽ ഇറങ്ങി ഇങ്ങനെ തരും. പക്ഷെ നമ്മളൊരു 10 രൂപ ഇട്ടാൽ, അല്ലെങ്കിൽ 1 രൂപ ഇട്ട് കഴിഞ്ഞാൽ അയാൾ അവിടെ നിന്ന് എറിയണം. അത് നമ്മൾ പിടിക്കണം, ഇല്ലെങ്കിൽ തറയിൽ പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പൊ അവർ എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? ഭഗവാന്റെ പ്രസാദം കൊടുക്കുക എന്നുള്ളതല്ല, അവരുടെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പൈസ കൊടുത്താൽ അതുകൊണ്ടാണ് ഈ യുഗത്തിൽ എന്ത് പറയും, നമുക്ക് നമ്മൾ തന്നെ പ്രാർത്ഥിക്കാം, വേറൊരാൾ വേണമെന്നില്ല ഇടയ്ക്ക്. അപ്പൊ ഹരിനാമം പ്രത്യേകിച്ച് പറയണം. ഹരേർനാമൈവ കേവലം ഈ മന്ത്രം മാത്രം മതി. എന്താണ്? കലോ നാസ്തിവ ഗതിരണ്യത എന്ന് പറയണം. അപ്പൊ ഈ യുഗത്തിൽ വേറെ മാർഗമില്ല. ഇനി പറയാണ് ഇതി ഷോഡശക നാംനാം കലികൽമഷനാശനം നത്ത പരതര ഉപാധയെ സർവവേദേഷു ദൃശ്യത. ഇത് ബ്രഹ്മാവ് നാരദമുനിക്ക് പറയുന്നതാണ്. നാരദമുനി വൈഷ്ണവനായതുകൊണ്ട് ദുഃഖി, മറ്റുള്ളവന്റെ ദുഃഖം കണ്ട് ദുഃഖിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നാരദമുനി ചെന്ന് ബ്രഹ്മാവിന്റെ അടുത്ത് ചോദിക്കും, കലിയുഗത്തിലെ ആൾക്കാരെല്ലാം ഒരുപാട് കഷ്ടപ്പെടുന്നു. അവർക്ക് കാരണം നാളത്തെ കാര്യം, ഫ്യൂച്ചറിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ട് ബ്രഹ്മാവിന്റെ അടുത്ത് ഇത്രയും കഷ്ടപ്പെടുന്നില്ല ഈ ജനങ്ങളെല്ലാം, ഇവർക്ക് എന്താ മാർഗം? ഈ ആത്മസാക്ഷാത്കാരത്തിന് എന്താ മാർഗം? അവർക്ക് ഭഗവാനെ നേരിട്ട് കാണാനും ഭഗവാന്റെ അനുഗ്രഹം നേടാനുമായിട്ട് എന്ത് മാർഗമാണെന്ന് ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് പറയാണ്, സർവവേദേഷു ദൃശ്യത്തെ, ഞാൻ എല്ലാ വേദങ്ങളും നോക്കി
ഇതി ഷോഡശകനാംനാം കലികൽമശനാശനം. ഈ 16 വാക്കുള്ള മന്ത്രം കലിയുഗത്തിലെ എല്ലാ കൽമശങ്ങളും ഇല്ലാതെയാക്കുന്നു എന്ന് പറയുന്നുണ്ട് ബ്രഹ്മാവ് നാരദമുനി. അപ്പോ നാരദമുനിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ മന്ത്രം നമുക്ക് കലിയുഗത്തിൽ സ്പെസിഫിക് ആയിട്ട് ആര് തന്നിട്ടുള്ളത്? ബ്രഹ്മാവ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ഒരാൾക്ക് മന്ത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മന്ത്രത്തിന്റെ ഇമ്പോർട്ടൻസ് സോഴ്സ്, ഈ മന്ത്രം എവിടെയാ പറഞ്ഞിരിക്കുന്നു, ആരാ കലി സന്ദർശന ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നാരദീയ പുരാണത്തിൽ പറയുന്നുണ്ട്, നാരദീയ പുരാണത്തിൽ പറയുന്നുണ്ട് എന്നുള്ള കാര്യവും കൂടെ പറയുമ്പോൾ അവർക്ക് വിശ്വാസം വരും, ഈ ഹരിനാമത്തിന് ഇത്രയും പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്. പിന്നെ 16 മാല എന്താണ്, ഇതിന് എത്ര എന്താ പറയുക, വാക്കല്ല, നാമം. ഇതിന്റെ നാമം ഇതി ഷോഡശക നാം എന്നാണ്. ചിലർ പറയും 16 അക്ഷരങ്ങളുണ്ടെന്ന് പറയും. അപ്പൊ അക്ഷരമല്ല അവിടെ പറയുന്നത്, 16 നാമങ്ങളുണ്ട്. എന്താണ് 16 നാമം എന്ന് പറഞ്ഞാൽ 4 കൃഷ്ണ ഉണ്ട്, 4 രാമ ഉണ്ട്, 8 ഹരയുണ്ട്. ഈ മന്ത്രത്തിന് വളരെ പ്രത്യേകതയാണ്. കാരണം കൃഷ്ണൻ 4 ഉള്ളൂ, രാമ 4 ഉള്ളൂ, പക്ഷെ 8 ഹരേ മാത്രമുണ്ട്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കലിയുഗത്തിൽ കൃഷ്ണാന്ന് ജപിക്കണമെങ്കിലും രാമാന്ന് ജപിക്കണമെങ്കിലും നമുക്ക് എന്താണെന്ന് വെച്ചാല് ആരുടെ അനുഗ്രഹം വേണം? അനുഗ്രഹമില്ലാതെ ഒരു തപസ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ഹിരണ്യകശിപു തപസ്സിന് പോകുമ്പോൾ പോലും ഹിരണ്യകശിപു ഗുരുവിടെ ബ്ലെസ്സിങ്സ് മേടിച്ചിട്ടാണ് പോകുന്നത്. ഗുരുയുടെ അനുഗ്രഹം ഇല്ലാതെ നമുക്ക് ഒരു തപസ്സും എടുക്കാൻ സാധിക്കും. ഒരു ഏകാദശി വ്രതം പോലും നമ്മൾ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഒരു 5-6 ഏകാദശി നന്നായിട്ട് എടുത്തിട്ടിരിക്കും. പിന്നെ പെട്ടെന്ന് നമുക്കൊരു അഹങ്കാരം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് ഏകാദശി എടുക്കുന്നുണ്ട്, ഞാനിപ്പോൾ പെർഫെക്റ്റ് ആയി എന്ന് വിചാരിക്കും. അടുത്ത ഏകാദശി എന്തെങ്കിലും കാരണം കൊണ്ട് മുടങ്ങും. കാരണം ഈ തപസ് ചെയ്യണം. ഏകാദശി വ്രതം അനുഷ്ഠിക്കുക എന്ന് പറയുന്ന ഒരു തപസ്സാണ്. ഡെയിലി 16 മാല ജപിക്കുക എന്ന് പറയുന്ന ഒരു തപസ്സാണ്. അപ്പൊ ഡെയിലി പാരായണം ചെയ്യുക, ശ്രവണം കേൾക്കുക എന്ന് പറയുന്ന ഒരു തപസ്സാണ്. ഈ തപസ് ചെയ്യണമെങ്കിൽ അനുഗ്രഹമില്ലാതെ ചെയ്യാൻ സാധിക്കില്ല. അനുഗ്രഹമില്ലാതെ ചെയ്യുമ്പോൾ അത് മനസ്സിലാവുകയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഗുരുയുടെ അനുഗ്രഹം വേണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മന്ത്രം എത്ര എണ്ണം ഉണ്ട്? ഈ ഹരിനാമത്തിന് ഒരു പ്രത്യേകത, കൃഷ്ണ എന്ന് പറഞ്ഞാൽ എല്ലാരെയും ആകർഷിക്കും, രാമ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം പ്രദാനം ചെയ്യും, ഹരേ എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാനുള്ള ശക്തി ആ മന്ത്രത്തിലുണ്ട്. അപ്പൊ കൃഷ്ണന്റെ നാമം ജപിക്കുന്നതിന് മുമ്പ് ഹരേ കൃഷ്ണ എന്നാണ്, ശക്തി തന്നിട്ടാണ് കൃഷ്ണനെ വരുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ, രാമ എന്ന് പറയുന്ന സന്തോഷം കിട്ടണമെങ്കിൽ ആര് വേണം? ഹരേ എന്നുള്ളത് ഉണ്ട്. രാധാറാണി അല്ലെങ്കിൽ ആന്തരിക ശക്തി, ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസി എന്ന് പറയാം. ആന്തരികമായ ശക്തി കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് ആ നാമം രാമാന്ന് ജപിക്കാൻ സാധിക്കുന്നത്. ഇനി ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ഓരോ നാമത്തിന്റെ മുന്നിലും ഹരയുണ്ട്. അതുകൊണ്ട് 8 ഹരയുണ്ട്. സോ ഈ മന്ത്രം വളരെ സ്പെഷ്യലാണ്. കലികൽമശനാശനം, എല്ലാ നാശങ്ങളും ഇല്ലാതെയാക്കും എന്നാണ് പറയുന്നത്. ഈ മന്ത്രം നമ്മളും ജപിക്കുക, മറ്റുള്ളവർക്കും ജപിക്കാൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇത് പറയുന്നത്. അടുത്തത് ജപം. ജപത്തിനെ കുറിച്ച് പറയുമ്പോൾ ഈ മന്ത്രം, ഇനി ഒരു കാര്യം, ഇത് നമുക്ക് ജപമായിട്ടും ചെയ്യാം, കീർത്തനമായിട്ടും ചെയ്യാം. കീർത്തനമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ മൃദംഗ, കർത്താല് വെച്ചുകൊണ്ട് 4-5 ഡിവോട്ടീസ് എല്ലാം ചേർന്നിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന അംഗങ്ങളെല്ലാം ചേർന്നിരുന്നു കൊണ്ട് നമുക്കൊരു കീർത്തനം ചെയ്യാൻ കഴിയും. ഒരു കീർത്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ വീട്ടിലൊരു യജ്ഞം നടക്കുന്നു എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഇൻ കേസ് നമുക്ക് ഡെയിലി ഈ യജ്ഞം ചെയ്യണം. പണ്ടൊക്കെ ബ്രാഹ്മണന്മാരെ വീട്ടിൽ വിളിച്ചിട്ട് ഡെയിലി യജ്ഞം ചെയ്യും. തമ്പുരാക്കന്മാര് എന്താ പറയുക, അവരെല്ലാം വീടുകളിൽ ഡെയിലി യജ്ഞം ചെയ്യും. ആ തമ്പുരാക്കന്മാർ ചെയ്യുന്ന യജ്ഞം അവർക്ക് വേണ്ടി മാത്രമല്ല, നാട്ടിലെയുള്ള പ്രജകൾക്ക് വേണ്ടിയിട്ടും അവർ ചെയ്യും. ആ രാജാക്കന്മാർ ആ യജ്ഞം ചെയ്യും. അപ്പൊ യജ്ഞം ചെയ്യുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മഴ പെയ്യും, എല്ലാ സമ്പത്തുകളും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. അവിടെ കള്ളത്തനം മോഷണം ഒന്നുമില്ലാതെ എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം നിന്നതുകൊണ്ട് അതിൻ്റെതായ രീതിയിലുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഒരു ഗ്രഹത്തിൽ പോലും നമ്മൾ വിചാരിക്കും എല്ലാ സാധനങ്ങളും എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെന്ന്, പക്ഷെ സമാധാനം എന്ന് പറയുന്ന കാര്യം നമുക്ക് ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ട്? അവിടെ യജ്ഞം നടക്കുന്നില്ല. വിഷ്ണുവിനെ മറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമാധാനം കിട്ടില്ല. കാശ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ കൊണ്ടോ ഒന്നും നമുക്ക് എന്ത് കിട്ടില്ല? സന്തോഷം കിട്ടില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. അതുകൊണ്ടാണ് സങ്കീർത്തനം എല്ലാവരും ഒന്നിച്ച് എങ്ങനെ ജപിക്കാം? ഒന്നുകിൽ ജപമായിട്ട് ജപിക്കാം. എന്താണ് ജപിക്കുന്ന രീതി നമുക്കറിയാം അല്ലെ? ഇത് ബിഗിനേഴ്സ് ഗൈഡ് ആയതുകൊണ്ട് അതിന്റെ ജപിക്കുന്ന രീതിയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് കൃഷ്ണനാമം ജപിക്കുന്നത് കൂടി ഉടനെ തന്നെ കൃഷ്ണപ്രേമം ലഭിക്കുന്നതാണ് ഈ മന്ത്രം. ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ ഇമ്മീഡിയറ്റ്ലി കൃഷ്ണപ്രേമം കിട്ടും. കൃഷ്ണനുമായിട്ടുള്ള പ്രേമം, ആ ഒരു
ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടും. അതാണ് യോഗിമാരെല്ലാം ഇത്രയും തപസ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് സന്തോഷം കിട്ടുന്നത്. അവർക്ക് ഒരു എന്താ പറയുക, ആധ്യാത്മിക ഉണർവ് ഉണ്ടാകുന്നു. എൻലൈറ്റനിങ് കിട്ടുന്നതെല്ലാം അവർക്ക് ആ തപസ് ചെയ്തതിനു ശേഷം. പക്ഷെ ഒരു ഒന്നുമേ അറിയാത്ത ഒരു ഭക്തന് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചു തുടങ്ങിയാൽ തന്നെ അത് കിട്ടും. അതറിയാൻ സാധിക്കും നമുക്ക് ചിലപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാകും. ഹരിനാമം ജപിച്ച് തീരുമ്പോൾ നമുക്കൊരു സന്തോഷം. അതിലും തുടക്കത്തിൽ നമുക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകും. പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ സന്തോഷത്തിന്റെ ഒരു കുറവുകൾ കാണാറുണ്ട് പലപ്പോഴും. പണ്ട് തുടക്കത്തിൽ ജപിച്ച സന്തോഷം ഇപ്പം ഇല്ല. അതിന് കാരണമുണ്ട്. അതിനെന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഭക്തന്മാരുടെ ഒപ്പം നടക്കുന്നുണ്ട്. പണ്ട് ഭക്തന്മാരുടെ ഒപ്പം ആയിരിക്കില്ല. ഒരുപാട് ജോലി സ്ഥലത്തിലെ അല്ലെങ്കിൽ വീട്ടിലെ എല്ലാവരും ഭക്തി ഇല്ലാത്ത കുറെ ആൾക്കാരുടെ കൂടെ നടന്നു. പക്ഷെ അവിടെ നമുക്ക് നാമം ജപിക്കാൻ അവസരം കിട്ടി. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് നാമം ജപിച്ചു, ഇപ്പൊ നമുക്ക് സന്തോഷം കിട്ടി. നാമജപത്തിൽ സന്തോഷം ഉണ്ടെന്ന് നമുക്ക് കിട്ടി. പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഭക്തന്മാരുമായിട്ട് ഒന്നിച്ചിരുന്ന് നമ്മൾ നാമം ജപിക്കുന്നുണ്ട്. അപ്പൊ ഞാനും നാമം ജപിക്കുന്നുണ്ട്, മറ്റേ ഭക്തന്മാരും നാമം ജപിക്കുന്നുണ്ട്. അപ്പോഴും നമുക്ക് സന്തോഷം കിട്ടും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഭക്തനിലെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചു തുടങ്ങും. കാരണം ഈ സ്വഭാവം നമുക്ക് ഉണ്ട്, അത് പുറമേയും ചെയ്തു. ഇപ്പൊ ഭക്തന്മാരുടെ അസോസിയേഷൻ എടുക്കുമ്പോൾ, അവരുടെ സംഘം എടുക്കുമ്പോൾ അവരിലും നമ്മൾ കുറ്റം കണ്ടുപിടിക്കും. കുറ്റം കണ്ടുപിടിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ സന്തോഷത്തിന്റെ അളവ് കുറയും. ഒരാൾക്ക് പണ്ട് നാമം ജപിച്ചുകൊണ്ടിരുന്നു, ഇപ്പം ശരിക്കും നാമം ജപിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം അതാണ്. ഒന്ന്, നാമം നേരെ ജപിക്കുന്നില്ല. ഇനി ഒന്ന് എന്താണെന്ന് പറഞ്ഞാൽ അപരാധം ചെയ്തുകൊണ്ടാണ് അവർ നാമം ജപിക്കുന്നത്. അത് ക്രമേണ ആ ടേസ്റ്റ്, ആ രുചി നഷ്ടപ്പെടും. നമ്മുടെ നാവ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കഴിക്കാൻ പറ്റും, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ അസുഖം പിടിച്ചാൽ നമുക്ക് ആ ആഹാരം എത്ര കൊണ്ടുവച്ചാലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതുപോലെ എന്താ പറയുക, സെറ്റിൽ ബോഡിയിൽ നമുക്ക് ഹെൽത്തി ആയിട്ടിരുന്നാൽ, ഭക്തന്മാരുമായിട്ട് അസോസിയേഷനിൽ നല്ല ഹെൽത്തി ആയിട്ടിരുന്നാൽ നമുക്ക് ആ നാമരുചിയും ഉണ്ടാവും. ആ നാമരുചി എങ്ങനെയാണോ ഒരു ഹെൽത്തി ഫുഡ് കഴിക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്ക് ബോഡിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്നു, അതേപോലെ നാമജപം പ്യുവറായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതേപോലെ കോൺഷ്യസും പ്യുവറായിട്ട് മാറും. അപ്പോൾ പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ അഫൻസ് ചെയ്യുന്നു. അപ്പോൾ അപരാധം ഇല്ലാതെ ജപിക്കണം. ഈ 10 അപരാധങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ 10 അപരാധത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നാമം ജപിച്ചാൽ ഉടനെ എന്ത് ചെയ്യും, നമുക്ക് കൃഷ്ണപ്രേമം കിട്ടും. ആധ്യാത്മികത്തിന്റെ എന്താ പറയുക, ഒരു 99% ആധ്യാത്മികം ഇരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഹരിനാമത്തിൽ എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ നാമജപമാണ് കലിയുഗത്തിൽ ഇമ്പോർട്ടൻറ്റ്. ആ നാമജപം ജപിച്ചാൽ തന്നെ നമുക്ക് സന്തോഷം കിട്ടും. അപ്പൊ നമുക്ക് ദീക്ഷ എടുക്കണമെങ്കിൽ 16 മാല ജപിക്കണം എന്നാണ് നമ്മൾ ഇന്നലെ പഠിച്ചു. 64 മാല നമുക്ക് 16 മാലയായിട്ട് ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഈ 16 മാല, അതായത് 2 മണിക്കൂർ തപസ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. ആ 16 മാല ചിട്ടയോടുകൂടി നമ്മൾ ജപിക്കുക. ഇതിൽ ജപത്തിന്റെ രീതി പറയുന്നുണ്ട്, എങ്ങനെയാണ് ജപിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞാല് എങ്ങനെയാണ്, മാല ഇങ്ങനെ ഈ വിരലിൽ ഇങ്ങനെ ഇട്ടിട്ട് നടുവിരലിൽ വെച്ചിട്ടാണ് നമ്മൾ ജപിക്കുന്നത്. മുത്ത് താഴോട്ട് വരിക, ഇങ്ങനെ ഫ്രണ്ടിലോട്ട് തള്ളരുത്. ഓക്കെ, ഓരോ പ്രാവശ്യം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ, താഴോട്ട് ഇങ്ങനെ വലിക്കുക. ഇങ്ങനെ വേണം മുത്ത് താഴോട്ട് വലിക്കുക. അതിന്റെ മുത്തിന്റെ നടുക്ക് വരുന്ന മുത്തിനെ മേരു എന്നാണ് പറയുന്നത്. ആ മേരുവിൽ വെച്ചിട്ടാണ് നമ്മൾ ചൈതന്യ പഞ്ചതത്വ മന്ത്രം ജപിക്കുന്നത്. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഇങ്ങനെ മാല ഉണ്ടെങ്കിൽ ഈ മാലയിൽ ഇതിനെ മേരു എന്ന് പറയും, ഈ മേരു ബീഡ്. പിന്നെ ഇതിൽ വലുതുണ്ട്, ഒരു സൈഡ് ചെറിയ മുത്തുണ്ടാവും. അപ്പം നമ്മൾ വലിയ മുത്തിൽ നിന്നായിരിക്കും ആദ്യം ജപം തുടങ്ങുമ്പോൾ ഇവിടെ ഒരു പവിത്ര കെട്ടുണ്ടാവും. ആദ്യത്തെ 8 മുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പവിത്ര കെട്ടും ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു നൂല് കാണും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഈ 100-ലെ ഈ 8 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഗോപീസ്, കൃഷ്ണന്റെ സഖിമാരിൽ 8 ഗോപ സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം കൃഷ്ണനെ കിട്ടണമെങ്കിൽ കൃഷ്ണഭക്തന്റെ അനുഗ്രഹം കിട്ടണം. ഗോപസ്ത്രീകളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കൃഷ്ണനെ ഈസി ആയിട്ട് കിട്ടും. അപ്പൊ അതുകൊണ്ട് അവരെ ഉദ്ദേശിക്കുന്ന. അപ്പൊ ഇങ്ങനെ 108 ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഏതിൽ നിന്ന് തുടങ്ങണം, ഹരിനാമം ഇതിൽ നിന്ന് തുടങ്ങണം. അപ്പൊ ഇവിടെ ഈ മുത്ത് പിടിച്ചിട്ടാണ് ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ
ഗോവിന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. എന്നിട്ട് ഈ വിരലിനകത്ത് ഇടുക, ഓരോന്നോട്ട് താഴോട്ട് ജപിക്കുക. ജപിച്ച് ഇവിടെ വരുമ്പോൾ തീരും, ഈ ചെറുതിൽ വരുമ്പോൾ അങ്ങ് തീരും നോക്കിയത്. എന്നിട്ട് ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ അടുത്ത മാല ജപിക്കുമ്പോൾ തിരിച്ച് ഫ്രണ്ടിൽ കൂടെ ജപിക്കരുത്, അത് റിട്ടേൺ തിരിക്കണം. ഇങ്ങനെ തിരിച്ചിട്ട് ചെറുതിൽ നിന്ന് ഇനി വലുതിലോട്ട് ജപിക്കണം ഇങ്ങനെ. അപ്പൊ ഇങ്ങനെയാണ് തിരിച്ച് ജപിച്ചു പോകുന്നത്. ഇതാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാല് ചിലർ ഒരു തുടക്കക്കാര് വന്നിട്ട് ഒരു മാല 2 മാല ക്രമേണ പോണം. ഒരാൾ ജപിച്ചു എന്ന് പറഞ്ഞിട്ട് ഉടനെ 16 മാല ജപിക്കരുത്. ഇനി നമ്മൾ ഒരാൾക്ക് നാമം ജപം പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും അതുപോലെയാണ്. അവരുടെ മാനസികാവസ്ഥ ഒരു മൈൻഡിൽ സെറ്റ് ചെയ്യണം. 16 മാല ജപിക്കണം എന്നുള്ള ഒരു എന്താണ്, നമ്മൾ അങ്ങനെ ഒരു കണ്ടീഷൻ സോളാണ്. അതുകൊണ്ട് നമ്മൾ ഓരോന്നും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു പുതിയതായിട്ട് ഒരാൾ വരികയാണ്, 16 നിങ്ങളൊക്കെ 16 മാല ജപിക്കുന്നുണ്ടോ, അപ്പോൾ എനിക്കും ജപിച്ചാലോ? അപ്പോൾ നമ്മൾ ഉടനെ ഓക്കെ നിങ്ങൾ ജപിച്ചോളൂ, പെട്ടെന്ന് അവരെ ഭക്തനാക്കാൻ വേണ്ടിയിട്ട് 16 മാല ജപിക്കുക വലിയ നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുക്കരുത്. അവരടുത്ത് പറയാം ആദ്യം 1-2 മാല ജപിക്കും, ജപിച്ചിട്ട് പിന്നെ നമുക്ക് കൂട്ടിയാൽ മതി എന്ന് പറയാം. അവർ 1-2 മാല ജപിക്കും. ജപിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ട് പതുക്കെ പറയുക, അവർ തന്നെ ചോദിക്കും ചിലപ്പോൾ ഇനി കൂട്ടാമോ? അപ്പം പറയാ 2 മാല ജപിച്ചില്ല, അതിന് 4 മാലയാക്കിക്കോളൂ. അപ്പോൾ ഇവർ 4 മാലയാക്കി പ്രാക്ടീസ് ചെയ്യും. ചിലപ്പോൾ ഒരു 2 മാസം ജപിക്കും, ചിലർ 1 വർഷം 4 മാല ജപിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവര് പതുക്കെ അവരുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആയിട്ട് മാത്രം അവർ കൂട്ടിയാൽ മതി, ഗ്രാജ്വലി കൂട്ടിയാൽ മതി. എന്നിട്ട് അതിന് 4 മാല എന്നുള്ളതിന് 8 മാല ഡബിൾ ആക്കാൻ പറ്റില്ല. അപ്പോൾ 8 മാല അവർക്ക് 1 മണിക്കൂർ എടുക്കും. ആ 8 മാല 1 മണിക്കൂർ കൊണ്ട് അടുത്തത് അവർക്ക് എന്താ പറയുക 8, 16 ആക്കാം, 12 ആക്കാം. ക്രമേണ പോയാൽ അവർക്ക് അത് ലൈഫിൽ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് ആയിട്ട് അവരുടെ മൈൻഡിൽ അങ്ങനെ മാറും. പിന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അത് ഏതെങ്കിലും സമയം നമുക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ ആഹാരം കഴിക്കുന്നില്ലേ, അതിൻ്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തിയിട്ട് അതുപോലെ അവർ എന്ത് തിരക്കുണ്ടെങ്കിലും ജപവും കൃത്യമായിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് പ്രാക്ടീസ് വേണം. അതുകൊണ്ട് പഠിപ്പിക്കും. നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ജപമാല ഏത് മുത്ത് ഉപയോഗിച്ച് ജപിക്കാം, പ്ലാസ്റ്റിക് മുത്തൊന്നും ഉപയോഗിച്ച് ജപിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് പറയുന്നുണ്ട് വേപ്പിന്റെ, ഉത്തമമായിട്ട് പറയുന്നത് വേപ്പിന്റെ, ഏത് വേണമെങ്കിലും വെച്ച് ജപിക്കാൻ പ്രശ്നമില്ല. എന്നിരുന്നാലും അതിന് ഉത്തമമായിട്ട് പറയുന്നത് വേപ്പിന്റെ തടിയിലുണ്ടാക്കുന്ന മുത്ത്, അല്ലെങ്കിൽ വിൽവമരത്തിന്റെ തടിയിലുണ്ടാക്കുന്ന മുത്ത്, താമരവിത്തിൽ മാലയുണ്ടാക്കി അത് ജപിക്കാം. ബെസ്റ്റ് തുളസിയാണ്. പക്ഷെ തുളസി നോർമലി ഇസ്കോണിൽ ദീക്ഷ ഗുരു നമുക്ക് തുളസി മാല തരും. ആ മാല വെച്ചിട്ടായിരിക്കും നമ്മൾ നാമം ജപിച്ച് തുടങ്ങുക എന്ന് പറയുന്നത്. ഇനി ഈ ഫിംഗർ, ഇൻഡെക്സ് ഫിംഗർ, ചൂണ്ടുവിരൽ, ഇത് നമ്മൾ നാമം ജപിക്കാൻ യൂസ് ചെയ്യരുത്. കാരണം എന്തുകൊണ്ട്? അഹങ്കാരത്തിന്റെ വിരലാണ്. സാധാരണ യജ്ഞം ചെയ്യുമ്പോൾ ഭഗവാന് ഫ്ലവർ സമർപ്പിക്കും, പൂക്കൾ സമർപ്പിക്കുമ്പോൾ ഒക്കെ ഇങ്ങനെയാണ് നമ്മൾ പിടിക്കുക. അല്ലാതെ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടില്ല. അപ്പോൾ ചന്ദനം ഈ വിരൽ കൊണ്ട് തൊടില്ല. ഒന്നുകിൽ ഈ മോതിര വിരൽ കൊണ്ടായിരിക്കും ചന്ദനം തൊടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ നാമം ജപിക്കുമ്പോൾ ഈ വിരൽ, അതുകൊണ്ടാണ് നമ്മുടെ ബാഗിനകത്ത്, നമ്മളൊരു ജപ ബാഗ് വെച്ച് കാണും, ഈ ബാഗിനകത്ത് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാവും. ഈ ഹോൾ എന്തുകൊണ്ടാണ്? ഈ വിരൽ മുത്തിൽ ടച്ച് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾ. എന്നാൽ നമ്മൾ ഇതിനകത്ത് വെച്ച് തന്നെ ഇങ്ങനെ ജപിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ എന്താ പറയുക 10 അപരാധങ്ങൾ നാമം ജപിക്കുമ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. എന്ത് അപരാധങ്ങൾ എന്ന് പറഞ്ഞിട്ട് 10 അപരാധങ്ങൾ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഈ റൗണ്ട് ജപിക്കുമ്പോൾ ഉള്ള കാര്യം പറഞ്ഞു. ഇനി ജപിക്കുന്ന സമയത്ത് കുറച്ച് ശബ്ദത്തോട് ജപിക്കണം. ഹരിനാമം ജപിക്കും എന്നാൽ ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ശബ്ദം വെച്ച് ജപിക്കാൻ പാടില്ല. അത് മനസ്സിനകത്ത് ജപിക്കേണ്ട മന്ത്രമാണ്. ഗുരു മന്ത്രോപദേശവും ചെവിക്കകത്തായിരിക്കും ഏത് മന്ത്രം തരിക. ബ്രാഹ്മണ ദീക്ഷ മന്ത്രം, ഗായത്രി മന്ത്രോപദേശം ചെയ്യുമ്പോൾ ചെവിയിലാണ് ഉപദേശിക്കുക. അതുകൊണ്ട് ഈവൻ ചുണ്ടുപോലും അനങ്ങാൻ പാടില്ല, മനസ്സിനകത്ത് മാത്രമാണ് ജപിക്കേണ്ടതാണ് ഗായത്രി മന്ത്രം. എന്നാൽ ഹരിനാമം അങ്ങനെയല്ല. ഹരിനാമൻ ഉച്ചത്തിൽ ജപിക്കാം, ഉറക്കെ ജപിക്കാം. അതുകൊണ്ട് ഏതൊരു പ്രാണികളോ അല്ലെങ്കിൽ ഒരു പക്ഷികളോ ഒരു ജീവികളോ ആര് കേട്ടാലും അവർക്ക് എല്ലാവർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ഇവനൊരു പല്ലി നമ്മൾ ഈ റൂമിൽ നിന്ന് ജപിക്കുന്ന ആ പല്ലിക്കും കോൺഷ്യസ് ഉണ്ട്. അത് നിരന്തരം കേട്ടുകൊണ്ടിരുന്നാൽ അതിൻ്റെ ജീവിതത്തിൽ അതിൻ്റെ സൈക്കിളിൽ മാറ്റം ഉണ്ടാകും. അടുത്ത ജന്മം ചിലപ്പോൾ അത് എന്തായിട്ട് മാറും? പല്ലിയായിട്ട് വന്നിട്ട് അടുത്തത് ചിലപ്പം വേറൊരു ജീവിയായിട്ട് വരണമായിരിക്കും. അത് സ്കിപ്പ് ചെയ്തിട്ട് അത് കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള ബോഡി അതിന് കിട്ടും എന്നാണ് പറയുന്നത്.
അപ്പോൾ ശബ്ദത്തിൽ ജപിക്കണം. അതുകൊണ്ട് ഒച്ച വെച്ച് ബഹളം വെച്ച് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ജപിക്കണമെന്നില്ല. നീറ്റായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നോർമലായിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് നമ്മൾ കേൾക്കുന്ന രീതിയിൽ ജപിക്കാം. അതും എല്ലാ മന്ത്രങ്ങളും കൃത്യമായിട്ട് ജപിക്കുക. പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓട്ടിച്ചിട്ടിട്ട് എന്താ ചിലർ ജപിക്കാറുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ രാം രാം ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാം 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 ഹരേ ഹരേ ഇങ്ങനെയൊക്കെ ജപിക്കും. അത് ഇഷ്ണ 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 രാം 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 ഹരേ ഹരേ ഇഷ്ണ 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 ഹരേ രാം 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 ഹരേ ഹരേ. ഇത് മാത്രമേ നമുക്ക് അടുത്ത് നിന്ന് കേട്ടാൽ അറിയാൻ പറ്റൂ. ഇഷ്ണ 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 ഹരേ രാം 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 ഹരേ ഹരേ ഇഷ്ണ 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 ഹരേ രാം രാം ഹരേ. എന്തൊക്കെയോ അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലൊന്നും കാണില്ല. അപ്പൊ ജപം 16 മാല ജപിക്കണം, 2 മണിക്കൂർ ജപിക്കണം എന്ന് വെച്ചാൽ ആ 2 മണിക്കൂർ അതിനകത്ത് 2 മണിക്കൂർ കൊണ്ട് നീറ്റായിട്ട് ജപിക്കാൻ പറ്റും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അങ്ങനെ കറക്റ്റായിട്ട് ജപിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര മണിക്കൂർ കൊണ്ട് ജപിക്കാം? 2 മണിക്കൂർ കൊണ്ട് ജപിക്കാം. 1.5 മണിക്കൂറും മതിയാവും ജപത്തിന്. അപ്പൊ മിനിമം ഒരു മാല ജപിക്കണമെങ്കിൽ 6 മിനിറ്റ്. ഓക്കെ, മാക്സിമം പോയാൽ ഒരു മാല ജപിക്കണമെങ്കിൽ 8 മിനിറ്റ്. ചിലർക്ക് വയസ്സായവരായതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ അത്രയും ജപിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഒരു ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന് പറഞ്ഞ് ജപിക്കും. പക്ഷെ അങ്ങനെ ജപിച്ചാൽ വേറൊരു സംഭവം സംഭവിക്കും. നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈൻഡ് ഇങ്ങനെ ട്രാവൽ ചെയ്യും. ഹരേ കൃഷ്ണ എത്ര വിസിൽ കേട്ടോ എന്തോ കുക്കറിൽ. ഹരേ കൃഷ്ണ ടി വിയിൽ ന്യൂസ് അങ്ങനെ എങ്ങനെ പോകും. അതിനേക്കാളും രാവിലെ മാക്സിമം വെളുപ്പാം രാവിലെ സൺറൈസിന് മുമ്പ്, അതായത് ബ്രഹ്മമുഹൂർത്തത്തിന് ജപിക്കുന്നതാണ് ഉത്തമമായ ജപം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് മൊബൈൽ നോക്കേണ്ടി വരില്ല. കാരണം വെളുപ്പാൻ രാവിലെ എല്ലാവരും ഉറങ്ങുന്ന സമയം വരും, അപ്പൊ കിടക്കുന്നതായിരിക്കും. ചിലപ്പോൾ ആൾക്കാരൊക്കെ 11 മണി 1 മണിക്ക് 2 മണിക്കായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഒരിക്കലും ആരും നമുക്ക് മെസ്സേജ് അയക്കാൻ പോകുന്നില്ല, അവരൊക്കെ മെസ്സേജ് അയച്ച് കഴിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ വെളുപ്പാൻ രാവിലെ ജപമാണെങ്കിൽ അതിൽ പ്യുവർ ആയിരിക്കും. പ്രാക്ടീസ് ചെയ്ത വ്യക്തിക്ക് പ്രശ്നമില്ല, എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. അല്ലെങ്കിൽ ആ സമയമാണ് നമുക്ക് ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ എവിടെയും നോക്കേണ്ടി വരില്ല, ഭഗവാന്റെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആ 16 മാല ജപിക്കാൻ പറ്റും. മാക്സിമം ഒരു 10 മാല ജോലി ചെയ്യുന്നവരൊക്കെ രാവിലെ ഒരു 10 മാലയെങ്കിലും തീർത്തിരിക്കുക. അപ്പോൾ എളുപ്പമാണ്, അന്നത്തെ ഡേയും വളരെ നന്നായിരിക്കും. ഇനി ടൈമിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അത് ശ്രദ്ധിക്കുക. നമ്മൾ എത്ര മണിക്കൂർ ജപിക്കും? ചിലരൊക്കെ 3 മിനിറ്റിലൊക്കെ ഒരു മാല തീർക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഹരേ മിസ്സായി, ചിലപ്പോൾ ഹരേ കൃഷ്ണ കൃഷ്ണ വിട്ടിട്ട് ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ. അവര് അറിയുന്നില്ല, പക്ഷെ അവിടെ കൃഷ്ണ വിട്ടുപോയി, 2 വാക്ക് പോയി, ഭഗവാനെ പോയി. അങ്ങനെയായിരിക്കും അവർ ജപിക്കുക. അവരറിയുന്നില്ല ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ എന്ന് ജപിക്കും, അറിയില്ല. അല്ലെങ്കിൽ ഹരേ പോവും, ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. അല്ലെങ്കിൽ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ ഹരേ എന്ന് പറയും. അപ്പൊ എവിടെയോ ഹരേ പോയി. ഇങ്ങനെ അല്ലെങ്കിൽ ചിലരുടെ ക്ലിയർ ആയിരിക്കില്ല, ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ ഹരേ. അപ്പൊ അവിടെയും എന്തോ മിസ്സാകുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ ടൈം എന്താകും. ചിലർക്ക് മുത്ത് ഇങ്ങനെ വെച്ചിട്ടിരിക്കുമ്പോൾ ഒരു മുത്തിൽ ജപിക്കേണ്ടത് 3 മുത്തിൽ ജപിക്കും, ഇങ്ങനെ പോകും. അപ്പൊ ഇങ്ങനെയാണ് ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ. ഒരു മന്ത്രമേ ജപിച്ചോളൂ, പക്ഷെ 3 പ്രാവശ്യം മുത്തം തള്ളി കിട്ടും, അതെങ്കിലും ഫാസ്റ്റ് ആയി പോകും. അപ്പോൾ ചിലര് മുത്ത് മാറുകയില്ല. അവർ പറയും എനിക്ക് 15 മിനിറ്റ് ആകും പ്രഭു ജപിക്കാനെന്ന് പറയും, ഒരു മാല ജപിക്കാൻ. ആക്ച്വലി അങ്ങനെ ആകില്ല. എന്താ സംഭവിച്ചത്? ഒരു മുത്ത് തന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അവര് ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ മാറ്റിയില്ല. ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ രാമ ഹരേ. പിന്നെ അപ്പോൾ പെട്ടെന്ന് അവർക്ക് തോന്നും ഉടനെ മാറ്റണം എന്ന് പറഞ്ഞു, അങ്ങനെയൊക്കെ ജപിക്കും. ഇതൊക്കെ റോങ് ആണ്. ആദ്യമേ നമ്മളത് ശ്രദ്ധിക്കണം. നമ്മുടെ ടൈം നോക്കണം. ഒരു മാല ജപിക്കുമ്പോൾ എത്ര സമയം എടുക്കുന്നു? 8 മിനിറ്റ് ആവുന്നത് കൃത്യമാണ്, നല്ല ജപമാണ്. ഇനി 8 മിനിറ്റിന് മേലെ പോകുന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് പോകണം. കുറച്ച് നാൾ കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്യാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും മാറും. പലർക്കും ഇതുണ്ട്. ഇനി ജപ ബാഗ് യൂസ് ചെയ്യാനുള്ള കാരണം, നമ്മുടെ മാല വളരെ നീളമുള്ളതായതുകൊണ്ട് ഇത് കാലിൽ കൊള്ളാം. നമ്മൾ ജപിക്കുമ്പോൾ തറയിൽ വീഴാം, കൊണ്ട് നടന്ന് ജപിക്കാൻ പറ്റില്ല, മുട്ടിന്റെ താഴത്തൊക്കെ അത് കൊള്ളും. അതുകൊണ്ടാണ് ഈ ജപമാല ഇതിനകത്ത്. ഇനി ഈ വിരൽ തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരു ഹോളും വെച്ചിട്ടുണ്ട്.
ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ജപമാല നമുക്ക് എവിടെയെങ്കിലും തറയിൽ കൊള്ളാതെ തൂക്കിയിടാം, അല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്താണെങ്കിൽ കഴുത്തിൽ തൂക്കിയിടാം. ഇങ്ങനെ ഇത് എന്താണ് പണ്ട് തൊട്ടേ ഗോസ്വാമിമാര് ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇങ്ങനെ വേണം നമ്മൾ നാമം ജപിക്കുന്നത്. നാമം ജപത്തിലും ആകാം, നാമം എങ്ങനെയും ചെയ്യാം, കീർത്തനമായിട്ട് നമുക്ക് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത് പറയുന്നുണ്ട് ഉന്നത ഭക്തന്മാരിൽ നിന്നുള്ള ശ്രവണം എന്ന് പറയുന്നത്. നിത്യസിദ്ധ കൃഷ്ണപ്രേമേ സാധ്യേ ഭക്ത നയ ശ്രവണാദി ശുദ്ധചിത്തേ ഹരയെ ഉദായ എന്ന് പറയുന്നുണ്ട്. അതായത് കൃഷ്ണപ്രേമം എല്ലാ ജീവസത്തകളിലും ശാശ്വതമായി നിലകൊള്ളുന്നുണ്ട്. ഇത് മറ്റൊരു സ്രോതസ്സിൽ നിന്ന് നേടേണ്ടതല്ല. ശ്രവണവും കീർത്തനവും വഴി നമ്മുടെ ഹൃദയം പരിശുദ്ധമാകുമ്പോൾ ഇത് സ്വയം പുനർജീവിക്കപ്പെടുന്നു. അതായത് നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തുണ്ട്? കൃഷ്ണപ്രേമമുണ്ട്. എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ഒരുപാട് ജന്മം എടുത്തു, എത്രയോ പ്രാവശ്യം മനുഷ്യരായിട്ട് ജനിച്ചിട്ടുണ്ടാവും, എത്രയോ പ്രാവശ്യം മൃഗങ്ങളായിട്ട് വന്നിട്ടുണ്ടാവും. ഈ ജന്മത്തിലെല്ലാം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ വേറെ ആരുമല്ല, അത് ഭഗവാനാണ്. ഹൃദയത്തിലിരിക്കുന്ന വ്യക്തിയാണ്, അല്ലെ? സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട, ഞാൻ എല്ലാവരുടെ ഹൃദയത്തിനകത്ത് സന്നിവിഷ്ടനായിട്ടുണ്ട്, ഇരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ഒരുപാട് ദൂരെ ഉണ്ടാവില്ല, ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ അടുത്തുണ്ടാവും. അപ്പൊ ഇവിടെ ആരാ ഏത് സമയവും നമ്മുടെ കൂടെ ഉള്ളത്? അത് ഭഗവാനാണ്. അപ്പൊ ആ ഭഗവാനെ നമുക്ക് നന്നായിട്ട് അറിയാം. ആ ഭഗവാനെ നന്നായിട്ട് അറിഞ്ഞത് കൊണ്ടാണ്, ആ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ്, ആ ആധ്യാത്മികമായ ടേസ്റ്റ് നമ്മൾ അനുഭവിച്ചത് കൊണ്ടാണ് നമുക്ക് വേറെ ഒന്നിലും തൃപ്തി വരാം. എന്തൊക്കെ കഴിച്ചാലും നമുക്ക് തൃപ്തി വരുന്നില്ല, വേറെ വേറെ. പക്ഷെ ഭഗവത് പ്രസാദം കഴിച്ചാൽ തൃപ്തി വരും, കാരണം ഇതാണ് ഹയർ ടേസ്റ്റ്. എത്ര സിനിമയ്ക്ക് പോയിരുന്നാലും എന്ത് കിട്ടിയാലും നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റില്ല. പക്ഷെ ഒരു രാമായണം വായിക്കുക, മഹാഭാരതം വായിക്കുമ്പോൾ അതിനകത്തൊരു സന്തോഷവും ഒരു ആധ്യാത്മിക ആനന്ദവും തൃപ്തിയും നമുക്കുണ്ടാകും. ഭഗവത് കാര്യങ്ങൾ ഒഴിച്ചിട്ട് ബാക്കി എന്ത് കാര്യം ചെയ്തിരുന്നാലും അതിലൊന്നും നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ്, എന്തുകൊണ്ട്? ഇത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇവിടെ നമുക്ക് കൃഷ്ണനെ നേരത്തെ തന്നെ അറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ശ്രവണം, ഇനി ശ്രവണം കീർത്തനം നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാകും. അപ്പൊ ശ്രവണം ആദ്യത്തെ പ്രോസസ്സ്, കീർത്തനം എന്ന് പറയുന്നത് രണ്ടാം. നമുക്ക് ഒരു കാര്യം മന്ത്രത്തിനെ കുറിച്ച് കേട്ടാൽ മാത്രമേ മന്ത്രം ജപിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് ചെവി കേൾക്കാത്ത ആൾക്കാർക്ക് വാ സംസാരിക്കാൻ പറ്റില്ല. കാരണം കേട്ടാൽ മാത്രമേ പറയാൻ സാധിക്കൂ. ചെവി കേൾക്കാത്ത വ്യക്തികൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി പോകും? വാ സംസാരിക്കാത്ത വ്യക്തികളായി പോകും. കാരണം അയാൾ കേൾക്കുന്നില്ല, ഇവരെന്താണ് പറയുന്നത് തിരിച്ചു പറയാൻ അവർക്ക് അറിയില്ല. അതുകൊണ്ട് അവർക്ക് വാ സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ശ്രവണം, കൃഷ്ണനാമം കേട്ടാലേ നമുക്ക് കൃഷ്ണനാമം പറയാൻ സാധിക്കും. അതുകൊണ്ടാണ് ശ്രവണത്തിന് വളരെ ഇമ്പോർട്ടൻറ്റ്. ഈ ഇന്ദ്രിയം വളരെ എന്താ പറയുക, ബാക്കി എല്ലാ ഇന്ദ്രിയത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു ഇന്ദ്രിയം ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നു, ഒരുപാട് വിഭവങ്ങളൊക്കെ കൊണ്ട് വെച്ചിരിക്കുകയാണ് ഇങ്ങനെ കഴിക്കാനുള്ളത്. പക്ഷെ നമുക്കിതൊന്നും അറിയില്ല നമ്മുടെ ഫ്രണ്ടിൽ വിഭവങ്ങളുണ്ടെന്ന്. ഈവൻ സ്മെല്ല് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. നല്ല എന്താ പറയാ, നല്ല സുഗന്ധമായിട്ടുള്ള സ്മെല്ല്, ഫുഡിന്റെ ഒക്കെ സ്മെല്ല് വന്നാലും നമുക്ക് അറിയാൻ പറ്റില്ല. ചിലർക്ക് അറിയാൻ പറ്റും, പക്ഷെ എല്ലാവർക്കും അറിയാൻ പറ്റില്ല, അല്ലെ? ആ സ്മെല്ല് അറിയാൻ പറ്റില്ല. കണ്ണ് തുറന്നു നോക്കണം, അതിനെ സ്മെല്ല് ചെയ്യണം. ഉണർന്നിരിക്കുമ്പോൾ ഈ അവയവങ്ങൾ, ഇനി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിൽ ആരെങ്കിലും എന്തെങ്കിലും കഴിച്ച് നമ്മുടെ വായിക്കകത്തുനിന്ന് വെള്ളം വരില്ല. എന്തുകൊണ്ട്? ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പ്രവർത്തിക്കും. ആരെങ്കിലും ഒരു ഒച്ച ഉണ്ടാക്കിയാൽ, ഒരു ശബ്ദം ഉണ്ടാക്കിയാൽ, എണീക്കു കഴിക്കാം എന്ന് വിളിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എണീക്കും. കാരണം ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ശ്രവണത്തിന് ആദ്യം ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ശ്രവണം കൃത്യമായിട്ട് ഡെയിലി നമ്മൾ ചെയ്തിരിക്കണം. അത് എങ്ങനെ ചെയ്യണം? ആരെങ്കിലും ഇരുന്ന് കേട്ടാൽ പോരാ, ഉന്നതമായ ഭക്തന്മാരെ ഇന്ന് കേൾക്കണം, എങ്കിലേ പരിശുദ്ധി ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മുടെ ടെമ്പിൾ, ഇസ്കോൺ അമ്പലങ്ങൾ അടുത്തുണ്ടെങ്കിൽ അവിടെ പോയാൽ നമുക്ക് ശ്രീമദ് ഭാഗവതം കേൾക്കാം. അല്ലെങ്കിൽ ഓൺലൈനിലോ മറ്റു ഭക്തന്മാരെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കേൾക്കാം. ഡെയിലി ശ്രീമദ് ഭാഗവതം ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അത് അവരുടെ ആധ്യാത്മികത്തിൽ പുരോഗമനം ഉണ്ടാകും. ഇനി ശ്രീല പ്രഭുപാദിന്റെ ക്ലാസ് നമ്മൾ എന്നും കേൾക്കണം. ശ്രീല പ്രഭുപാദ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടു, പ്രഭുപാദിന് എത്ര ഇമ്പോർട്ടൻസ് ആണ്. ആ ഫൗണ്ടറാചാര്യർ ആ ഒരു പ്രസ്ഥാനം നമുക്കിങ്ങനെ ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പഠിക്കാൻ സാധിക്കും. അത്രയും കഷ്ടപ്പെട്ട് ആ വ്യക്തി
അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ നമുക്ക് വേണ്ടി, അദ്ദേഹത്തിനും ഇന്ദ്രിയ സുഖത്തില് സന്തോഷമായിട്ട് ഇരിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം കൃഷ്ണനിൽ എത്താനും കൃഷ്ണൻ പറയുന്ന അതേ മെസ്സേജ് നമുക്ക് എത്തിച്ചു തരാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ആ ഒരു ഡിസയർ, നമ്മളെല്ലാവരും കൃഷ്ണഭക്തനാകണം എന്നുള്ള ആഗ്രഹം, അത് ആ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആ വാക്കുകളെല്ലാം ശ്രവണം തന്നെയാണ്. നമ്മൾ പുസ്തകം വായിക്കുന്നതും കേൾക്കുന്നതും ഒന്നാണ്. അപ്പോൾ പ്രഭുപാദിനെ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. എങ്ങനെയാണ്? പുസ്തക രൂപത്തിൽ നമുക്കുണ്ട്. അപ്പോൾ ശ്രീല പ്രഭുപാദിന്റെ ലെക്ചേഴ്സ് കേൾക്കാം ഡെയിലി. ആ ലെക്ചേഴ്സ് എവിടെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്കോൺ ഡിസയർ ട്രീയിൽ പ്രഭുപാദ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഓഡിയോ ഉണ്ട്. വേണമെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. നമുക്ക് ഇംഗ്ലീഷിലാണ് എങ്കിലും വളരെ സിമ്പിൾ ഇന്ത്യൻ ഇംഗ്ലീഷാണ്. പ്രഭുപാദ് അങ്ങനെ കേട്ടാൽ മനസ്സിലാകാത്ത ഇംഗ്ലീഷ് ഒന്നുമില്ല. അത് ഈവൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾക്ക് പോലും ഡെയിലി കേട്ടോണ്ടിരുന്നാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാകും. അത് ഒരു ദിവ്യജ്ഞാൻ ഹൃദയപ്രകാശിത്വം എന്നാണ് പറയുന്നത്. ദിവ്യമായ ജ്ഞാനം ഹൃദയത്തിൽ നിന്നുണ്ടാകും. ആ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടും, നമുക്കത് മനസ്സിലാകും. ഒരു അമ്മയ്ക്ക് കുഞ്ഞിന്റെ ഭാഷ മനസ്സിലാകും എന്ന് പറയും അല്ലെ. കുട്ടികൾ സംസാരിക്കുന്നത് ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് ആർക്കും മനസ്സിലാകില്ല. പക്ഷെ അമ്മ എന്ത് പറയുന്നു കറക്റ്റാ പറയും. കാരണം എന്തുകൊണ്ട്? അമ്മയ്ക്ക് അറിയാം അത് എന്താ പറയാൻ പോകുന്നു, എന്ത് പറയും എന്നറിയാം. അതുപോലെ എന്താണ് ആധ്യാത്മിക ഗുരു പറയുന്നത് നല്ലൊരു ശിഷ്യന്മാർക്ക് അവരുടെ ആഗ്രഹം അനുസരിച്ച് അത് മനസ്സിലാക്കാൻ സാധിക്കും. സോ പ്രഭുപാദിന്റെ ലെക്ചേഴ്സ് ഡെയിലി കേട്ടാൽ, കാരണം ഉന്നതമായ ഉത്തമ ഭക്തനായതുകൊണ്ട് അതിൽ നമുക്ക് ആ കേൾവിയിൽ തന്നെ നമുക്ക് പരിശുദ്ധി ഉണ്ടാകാൻ സാധിക്കും. ഇനി നമുക്ക് സംശയങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. നമ്മൾ വിചാരിക്കും എന്നെ പോലെയാണ്, എനിക്ക് ജപിക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് ജപിച്ചാലെന്ത്, എനിക്ക് എണീക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് എണീറ്റാലെന്ത്, എനിക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന് പ്രസാദം കഴിച്ചാലെന്ത് എന്നെല്ലാം നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനെ ആയിരിക്കില്ല. ഓരോരുത്തരുടെ സിറ്റുവേഷൻ, ഓരോരുത്തരുടെ മാനസിക നിലവാരം എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമ്മൾ അവരെ മനസ്സിലാക്കണം. അവരുടെ എന്താണ് പ്രശ്നം, അവർക്ക് എവിടെയാണ് പ്രശ്നം, അവർക്ക് എങ്ങനെ അവരെ സഹായിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് കറക്റ്റായ ഒരു വഴിയായിരിക്കില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും എനിക്ക് ജപിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഹസ്ബൻഡ് ജപിച്ചാലെന്ത്, എൻ്റെ മക്കൾക്ക് ജപിച്ചാലെന്ത്, ഇവർ ആരും ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ അവര് ഏത് തലത്തിലാണ് നിൽക്കുന്നത്, അപ്പൊ അവരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാം എന്ന് നമ്മൾ ശ്രമിക്കണം. അല്ലാതെ അവര് നമ്മളെ പോലെ ചെയ്യണം എന്ന് വിചാരിക്കരുത്. അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു നാമം ജപിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു സത്സംഗത്തിൽ അവരെ കൊണ്ട് ചിലപ്പോ നമ്മൾ വിചാരിക്കും ഈ ഹസ്ബൻഡ് ഒന്നും വരുന്നില്ല, പക്ഷെ അവരുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞാൽ മതി, എന്നെ കൊണ്ട് ഈ അമ്പലത്തിൽ കൊണ്ട് വിടുവോ, സത്സംഗത്തിൽ കൊണ്ട് ആക്കി തരാമോ എന്ന് ചോദിച്ചാൽ അവർ വിചാരിക്കും ശരി പോട്ടെ, ഞാൻ കൊണ്ട് ആക്കിയിട്ട് വരാം, അവരെ കൊണ്ട് വിട്ടിട്ട് വരാം എന്ന് വിചാരിക്കും. അങ്ങനെ ഡെയിലി വിട്ടിട്ട് വന്നിട്ട് അവിടെ നടയിൽ നിൽക്കുന്ന ഭക്തന്മാരെ കണ്ട് ഹരേ കൃഷ്ണ എന്ന് പറയും, ചിരിക്കും, എല്ലാം ചെയ്യും. ആ ഭക്തന്റെ ദർശനം കൊണ്ട് മാത്രം അവരറിയാതെ ഒരു ഡ്യൂട്ടിയാവും. അങ്ങനെ ഒരുപാട് കേസ് എനിക്കറിയാം. ഡെയിലി ടെമ്പിളിൽ ഫ്രണ്ടിലൊന്നും വരില്ല, അമ്പലത്തിനകത്ത് കയറില്ല. അവർ കൊണ്ടുവന്ന് ഭാര്യയും മക്കളെയും കൊണ്ട് വിട്ടിട്ട് അവിടെ റോഡിൽ നിന്നിട്ട് തന്നെ പോകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, കാണുമ്പോൾ ഈ മാതാജിയുടെ ഹസ്ബൻഡിൽ ഹരേ കൃഷ്ണ പ്രഭു എന്ന് പറയും. ആ ഹരേ കൃഷ്ണ റെസ്പെക്ട് തരും വരും. ആ ഹരേ കൃഷ്ണ എന്നറിയാതെ അവർ ഓരോ പ്രാവശ്യം ഹരേ കൃഷ്ണ നമ്മൾ പറയുമ്പോൾ തിരിച്ചു പറയാണ്. അപ്പൊ കൃഷ്ണൻ നാമം അവർ ജപിച്ചു അല്ലെ. എന്നിട്ട് ഫെസ്റ്റിവൽ ആണെങ്കിൽ വരും പ്രഭു ഒന്ന് കഴിച്ചിട്ട് പോകുമെന്ന് പറയും. അല്ല വേണ്ട ഞാൻ പോയില്ല, ഇന്ന് ഫീസ്റ്റ് ഒക്കെ ഉണ്ട് വരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്നും കാണുന്നവരല്ലേ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് കഴിക്കും. അല്ല ഇവര് കൊണ്ടുപോയാൽ ശരി പോയിട്ട് വന്നാൽ ആ സ്വീറ്റ് കഴിക്കാമെന്ന് പറഞ്ഞ് കഴിക്കും. അല്ല ഞങ്ങൾ എന്ത് വെച്ചാൽ ചിലപ്പോൾ ഇവർ വരുമെന്ന് പറഞ്ഞിട്ട് എടുത്ത് കാറിൽ കൊണ്ടുപോകും. അപ്പോൾ അവർ കഴിക്കും. ഇതൊക്കെ ചാൻസ് ആണ് അവർക്ക് ഡിവോഴ്സ്. അപ്പോൾ എല്ലാവരെയും ഒന്നുപോലെ ആക്കിയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കാതെ അവരുടെ രീതി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രചരണം ചെയ്യാൻ സാധിക്കും. ഈ മന്ത്രജപം തന്നെ അവരിൽ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇനി സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഉയർന്ന ഭക്തനുമായിട്ട് നമ്മൾ ആ സംശയം തീർക്കണം. അവരെടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം. എല്ലാം ഇങ്ങനെ തന്നെ ഉണ്ടാകും എന്ന് ഗസ് ചെയ്യാൻ നിൽക്കരുത്. അതിങ്ങനെയാണോ എന്ന് ആ ക്ലാസ്സുകളിൽ ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് ആ ഭക്തന്മാരുടെ എല്ലാവരുടെ ഫ്രണ്ടിൽ വെച്ച് കേട്ടാൽ നമ്മുടെ സംശയം വേറൊരാൾക്കുടെ ഡൗട്ടും തീരും, അവരുടെ സംശയവും തീരും. അതുകൊണ്ട് അത് ചോദിക്കാം, നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇവിടെ പറയുന്നത് ഒരു കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റേ അവൈഷ്ണവരുടെ മുഖത്തിൽ നിന്ന് നമ്മൾ അവരുടെ വായിക്കകത്ത് നിന്ന് വരുന്ന കാര്യങ്ങൾ കേൾക്കാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അവൈഷ്ണവോ മുഖോപീർണം ഭൂതം ഹരികഥ അമൃതം സർപ്പോച്ഛിഷ്ട ഭയോകുംഭം എന്ന് പറയുന്നുണ്ട്. അതായത് വൈഷ്ണവർ വിഷ്ണു ഭക്തന് അല്ലാത്ത ഒരാളെ നിന്ന് കേൾക്കുമ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ അത് ശ്രീമദ് ഭാഗവതം തന്നെ. നമുക്ക് കേൾക്കുമ്പോൾ അവരും ഭാഗവതം പറയുന്നു, ഇവരും ഭാഗവതം അല്ലേ, ഭാഗവതം പരിശുദ്ധമാണല്ലോ, ഭാഗവതം പരിശുദ്ധമാണ്, ഭാഗവതത്തിൽ ഒരു മാലിന്യമില്ല. പക്ഷെ പറയുന്ന ആള് പരിശുദ്ധമല്ല, ആളിതൊന്നും ഫോളോ ചെയ്യുന്നില്ല, ആൾക്ക് വിശ്വാസവും ഇല്ല. ഭഗവാൻ ആണ്, കൃഷ്ണനാണ് പരമപുരുഷൻ എന്നുള്ള വിശ്വാസവും ഇല്ല. വിശ്വാസമില്ലാതെ ഒരാളെ കുറിച്ച് പറഞ്ഞാൽ അത് കള്ളത്തനമാണ്. അതിനകത്ത്
എന്തുണ്ടാവില്ല, പ്രേമം ഉണ്ടാവില്ല. നമ്മൾ ഒരാളെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കാം, യഥാർത്ഥത്തിൽ പ്രേമിക്കാം. രണ്ടിനും വ്യത്യാസമുണ്ട്. നമ്മളെ തന്നെ ഒരാൾ പ്രേമിക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് അവർ ചീറ്റ് ചെയ്യാണ് നമ്മളെ. യഥാർത്ഥത്തിൽ അവർ പ്രേമിക്കുന്നില്ല നമ്മളെ. പക്ഷെ ഒരാൾ യഥാർത്ഥത്തിൽ നമ്മളെ പ്രേമിക്കുന്നു, ആ ഒരു സ്നേഹം വേറെയാണ്. അതുപോലെ ഭക്തന്മാര് കൃഷ്ണനെ പ്രേമിക്കുകയാണ്. ആ ഭക്തന്മാരുടെ മുഖത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾക്കും വിലയുണ്ട്. പക്ഷെ കൃഷ്ണനെ പ്രേമിക്കാതെ കപടമായിട്ട് നടിക്കുകയാണ്, ആ വ്യക്തിയുടെ വാക്കുകൾക്ക് പ്രയോജനമില്ല. അതായത് പാല് കണ്ടാൽ ഒന്നുപോലെ ഇരിക്കും. അപ്പൊ ഇവിടെ പാമ്പ് കുടിച്ചിട്ടുള്ള പാലാണ് പറയുന്നത്. പാമ്പ് നക്കിയിട്ട് ഉള്ള പാലാണെങ്കിൽ ആ പാലിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവില്ല, അത് സെയിം കളർ തന്നെ, എല്ലാം കളർ തന്നെയാണ്. പക്ഷെ അത് കുടിച്ചാൽ ചത്തുപോകും. നമ്മൾ ആ പാമ്പ് കുടിച്ച പാല് കുടിച്ച ചത്തുപോകും. അതുപോലെ ആധ്യാത്മികം എന്ന് പറഞ്ഞിട്ട് ഈ കൃഷ്ണനുമായിട്ട് വിശ്വാസമില്ലാത്ത, എന്താ പറയുക, കൃഷ്ണൻ രൂപമില്ല എന്ന് പറയുന്ന വ്യക്തികളും കപട ഭക്തന്മാരും ഭൗതിക പണ്ഡിതന്മാരും പ്രഭാഷണ തൊഴിലാക്കി, അതായത് അതൊരു ബിസിനസ്സാണ്. ഭാഗവത സപ്താഹം നടത്തിയാൽ കുറച്ച് 50,000 1,00,000 രൂപയ്ക്ക് കിട്ടും. അങ്ങനെ ഒരു വർഷം ഒരു 10-15 സപ്താഹം കിട്ടിയാൽ എൻ്റെ വയറ് നിറയ്ക്കാം, അല്ലെ, ഉദരനിമിത്തം എന്ന് പറയുന്നത് പോലെ. അപ്പൊ അങ്ങനെ ചിലര് അത് ചെയ്യും. അപ്പൊ ഇവർക്കൊക്കെ ബിസിനസ്സാണ്, അവര് ഡിവോഷൻ അല്ല. അവർ കാണാൻ പറ്റില്ല, അതിനകത്ത് കിട്ടില്ല നമുക്ക് ഡിവോഷൻ. അങ്ങനത്തെ വ്യക്തികളുടെ അടുത്ത് കേൾക്കരുത് എന്നാണ് ഇവിടെ പറയുന്നത്. അത് ആരാ പറയുന്നത്? ശ്രീ പത്മപുരാണത്തിൽ പറയുന്നതാണ് ഈ ശ്ലോകം. അത് പ്രഭുപാദ് ഉണ്ടാക്കി പറഞ്ഞതോ ഇസ്കോൺകാരുണ്ടാക്കി പറഞ്ഞതോ ഒന്നുമല്ല. പുരാണത്തിൽ തന്നെ വേദവ്യാസൻ തന്നെയാണ് അതൊക്കെ പറഞ്ഞത്. ഇങ്ങനെയുള്ള വ്യക്തികളുടെ കേട്ടാൽ നിങ്ങൾക്ക് ഡിവോഷൻ ഉണ്ടാകില്ല, നമുക്ക് വേണ്ട. എന്നാൽ പ്രഭുപാദ് എല്ലാ വിഷയങ്ങളും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത്. നമുക്ക് വളരെ ആ ഒരു കാര്യം മാത്രം മതി. അപ്പൊ അടുത്തത് പറയാണ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ കാര്യം പറയാണ്. അതിൽ പ്രഭുപാദ് എന്താണെന്ന് വെച്ചാൽ എന്താണ് ആവശ്യം, പ്രഭുപാദ് ഇങ്ങനെ എല്ലാ കാര്യവും എഴുതിയില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും നാരായണീയം വേണ്ടേ, നാരായണം എഴുതിയിരിക്കാമായിരുന്നല്ലോ എന്ന്. പക്ഷെ നാരായണീയം ശ്രീമദ് ഭാഗവതം തന്നെയാണ്. അത് പ്രഭുപാദ് ഭാഗവതം 18 വോളിയമാക്കി വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാരായണീയം വേണോ എന്ന് ചോദിച്ചാൽ നാരായണം പഠിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, പക്ഷെ അത് ഭക്തൻ എഴുതിയത് തന്നെയാണ്. പക്ഷെ ഇവിടെ എന്തുണ്ട്, പ്രഭുപാദ് ആ നാരായണത്തിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാരായണീയം വായിക്കുന്ന പലർക്കും ഭാഗവതം മനസ്സിലാവില്ല, അതിലുള്ള കഥയോ അതിലുള്ള ഫിലോസഫിയോ അറിയില്ല. പക്ഷെ അവർ നന്നായിട്ട് വായിക്കും, ഇങ്ങനെ അവർ രസമായിട്ട് അങ്ങ് വായിക്കും. അതും ഒരു ടേസ്റ്റാണ്. പക്ഷെ അതിനകത്തുള്ള അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അത് പ്രയോജനപ്പെടത്തുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ പ്രഭുപാദിന്റെ വിവർത്തനം വായിക്കണം. വായിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. ചിലപ്പോൾ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും, ബെനിഫിറ്റ് ഇല്ലാതെയില്ല. അപ്പൊ ഇവിടെ പ്രഭുപാദ് എന്ന് പറയുന്നു ആ ഇംഗ്ലീഷിൽ എല്ലാം തർജ്ജിമ ചെയ്തിട്ടുണ്ട്, അല്ലെ. അപ്പൊ പ്രഭുപാദിന്റെ എല്ലാവർക്കും അതും കാലത്തിന് അനുയോജ്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പ്രഭുപാദ് വളരെ ലളിതമായിട്ട് അതിനെ എഴുതി തന്നിട്ടുണ്ട് എന്ന് പറയാൻ. ഇനി പറയാണ് ചൈതന്യ ചരിതാമൃതം. പ്രഭുപാദ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ശ്രീമദ് ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, ചൈതന്യ ചരിതാമൃതം. പിന്നെ പ്രഭുപാദ് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് എന്ന് പറഞ്ഞാൽ ചൈതന്യ ശിക്ഷാമൃതം. ശിക്ഷാമൃതം എന്ന് വെച്ചാൽ ചൈതന്യ മഹാപ്രഭുയുടെ ടീച്ചിങ്സ്. ചൈതന്യ ശിക്ഷാമൃതം, ഭക്തിരസാമൃത സിന്ധു, ഉപദേശാമൃതം. ഇത്രയും ബുക്ക്, ഈശോപനിഷത്ത്, ഇത്രയും പുസ്തകങ്ങൾ മതിയാവും നമുക്ക് ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്താനായിട്ട്. ഇതിനപ്പുറം ഒരു ബുക്സിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എല്ലാ ഫിലോസഫിയും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയില് രാമാനുജാചാര്യരുടെ സമ്പ്രദായം നമുക്ക് നോക്കാം. അത് 12 ആൾവാർ, വിഷ്ണു ഭക്തന്മാർ 12 പേരാണ്. 12 ആൾവാർ ഭഗവാന്റെ ആഭരണങ്ങളാണ്. ഓരോരുത്തരും രൂപമായിട്ട് വന്ന് അവർ ലീല ചെയ്തു ഹരിനാമം പ്രചരിപ്പിച്ച വ്യക്തികളാണ് ഈ ആൾവാർ എന്ന് പറയുന്നത്. 64 നായകന്മാർ, ശിവന്റെ നാമവും ശിവനെ കുറിച്ചും എല്ലാം പ്രചരിപ്പിച്ചത് 64 നായകന്മാർ എന്ന് പറയും. ഈ 12 ആൾവാരും പല കാര്യങ്ങളും ഭക്തിയുടെ സേവനത്തിനെയൊക്കെ കുറിച്ച് പറഞ്ഞിരുന്നാലും പ്രഭുപാദ് കുലശേഖര ആൾവാറിനെ മാത്രം സെലക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് പ്രഭുപാദ് കുലശേഖര ആൾവാറിനെ മാത്രം അദ്ദേഹത്തിന്റെ മുകുന്ദമാല സ്തോത്രത്തിനെടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുകുന്ദമാലയ്ക്കകത്ത് എങ്ങനെ നാമത്തിനെ ശരണം പ്രാപിക്കണം, കലിയുഗത്തിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ആ മുകുന്ദമാല സ്തോത്രത്തിനകത്തുണ്ട്. അതുകൊണ്ടാണ് പ്രഭുപാദ് അത് സെലക്ട് ചെയ്തത്. കാരണം പ്രഭുപാദ് എന്താണെന്ന് നമുക്ക് ആവശ്യം അത് കൃത്യമായിട്ട് തന്നിട്ടില്ല. എല്ലാവരും രാമാനുജാചാര്യരെ കുറിച്ച് പറഞ്ഞു, യമുനാചാര്യരെ കുറിച്ച് പ്രഭുപാദ് പറഞ്ഞു,
അല്ലെ? മാധവാചാര്യരെ കുറിച്ച് പറഞ്ഞു, ശങ്കരാചാര്യരെ കുറിച്ച് പ്രഭുപാദ് പറഞ്ഞു, എല്ലാ ആചാര്യരും പറഞ്ഞിട്ടില്ല. അവരുടെ ടീച്ചിങ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. ഇത് മതി. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പ്രഭുപാദ് പറയുന്നത്. അപ്പൊ പ്രഭുപാദ് നമുക്ക് ആവശ്യമായി. ഇനി ശ്രീമദ് ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ ഒരു ബേസിക് ഫിലോസഫിയാണ്. തുടക്കക്കാർക്ക് ആവശ്യമായ ഫിലോസഫി. ശരീരം എന്താണ്, ആത്മാവ് എന്താണ്, എന്താണ് കർമ്മം, എന്താണ് കാലം, എന്താണ്, എങ്ങനെയാണ് കാലം, ഇനി പ്രകൃതി എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ കൂടുതൽ കാര്യം മനസ്സിലാക്കുന്നില്ല. പക്ഷെ ശ്രീമദ് ഭാഗവതത്തിൽ പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എന്താണ്, ഡിഗ്രിയാണ്. ഒരു +2 പഠിക്കുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവത്ഗീത എന്ന് പറയാം. ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടിക്ക് കുറച്ചുകൂടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം ഏതിനകത്ത് നിന്ന് മനസ്സിലാക്കാം? ശ്രീമദ് ഭാഗവതത്തിനകത്ത് നിന്ന് മനസ്സിലാക്കാം. എന്നാൽ ചൈതന്യ ചരിതാമൃതം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഭക്തൻ എങ്ങനെയാണ് ഭഗവാനെ സേവിച്ചത്, അങ്ങനെ സേവിക്കുന്ന സമയത്തിന് അദ്ദേഹത്തിന് എന്തൊക്കെ വീഴ്ച പറ്റി, ഈ വീഴ്ച പറ്റിയിട്ട് അദ്ദേഹം എങ്ങനെയാണ് തിരിച്ചും അതിൽ നിന്ന് ഭഗവാനെ ഒരിക്കൽ കൂടെ സേവനം ചെയ്യും. അങ്ങനെ വീണു പോയില്ല. അവർ തിരിച്ചും ഭഗവത് സേവനത്തിൽ പരിശുദ്ധ ഭക്തനായിട്ട് എങ്ങനെ മാറി. അപ്പൊ നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്ക് എന്തോ മായ പിടിച്ചു, നമ്മുടെ ജപമെല്ലാം നിന്നു, നമ്മൾ തിരിച്ചും കർമ്മിയെ പോലെ ആയിപ്പോയി, പിന്നെയും നോൺ വെജ് കഴിച്ചു, പിന്നെയും എന്താ ഈ റിലീജിയസ് പ്രിൻസിപ്പിളൊക്കെ തെറ്റിക്കാം ചിലപ്പോൾ ആൾക്കാർക്ക്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവർക്ക് എങ്ങനെ തിരിച്ചു വരാൻ പറ്റും? അപ്പൊ ചൈതന്യ ചരിതാമൃതത്തിൽ അങ്ങനത്തെ വ്യക്തികളൊക്കെ കാണാൻ പറ്റും. ഒരാൾ അങ്ങനെ ഫോൾട്ട് ഉണ്ട്, ഒരാൾ ഇങ്ങനെ ഒരു ഭക്തനെ കുറ്റം പറഞ്ഞിട്ട് അവര് എങ്ങനെ എന്തുമാത്രം സഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഭക്തന്റെ അനുഗ്രഹം കൊണ്ട് എന്തുമാത്രം ആധ്യാത്മികത്തിൽ ഉന്നത നിലവാരത്തിൽ എത്തുന്നു എന്നുള്ള കാര്യം ഈ ഭാഗവതം വായിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ വായിച്ചത് കൊണ്ട് അഹങ്കാരം കൊണ്ട് നടക്കുന്ന വ്യക്തി, പഠിച്ചത് ശാസ്ത്രം പഠിച്ചത് കൊണ്ട് മാത്രം അഹങ്കാരം ഉണ്ടാകും. അപ്പൊ കൃഷ്ണന്റെ കാരുണ്യം ലഭിച്ചില്ല. പിന്നെ ആ അഹങ്കാരം മാറിയതിനു ശേഷം ആ കാരുണ്യം ലഭിച്ചു. അപ്പൊ ഇതെല്ലാം ചൈതന്യ ചരിതാമൃതത്തിൽ ഇത് ഹയർ ലെവലാണ്. അത് പോസ്റ്റ് ഗ്രാജുവേഷൻ. അതായത് ഇനി ചൈതന്യ ചരിതാമൃതത്തിനകത്ത് വളരെ സിമ്പിളായിട്ട് രണ്ട് ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ. അവർ പറയാണ്, ശ്രീമദ് ഭാഗവതത്തിൽ ഇന്ന സ്ഥലത്തിൽ ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്ന സ്ഥലത്ത് ഇത് പറയുന്നുണ്ട്, പത്മപുരാണത്തിൽ ഇന്നത് പറയുന്നുണ്ട് എന്ന് ഈ രണ്ട് ഭക്തന്മാരുടെ കോൺവെർസേഷൻ. അപ്പൊ ഈ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് കിട്ടി? പത്മപുരാണം മനസ്സിലാക്കി, ശ്രീമദ് ഭാഗവതം മനസ്സിലാക്കി, കഠോപനിഷത്ത് മനസ്സിലാക്കി, ഈശോപനിഷത്ത് മനസ്സിലാക്കി. ഈ ഈശോപനിഷത്ത് മുഴുവനും പഠിച്ചാലും ഇവർ പറയുന്ന കാര്യം നമുക്ക് എടുക്കാറുമില്ല. അതിനകത്ത് പ്രാധാന്യമായിട്ട് പറയുന്ന കാര്യം നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഭക്തന്മാർ അതെല്ലാം പഠിച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് ഭക്തന്മാരുടെ എന്താണ് പ്രഭുപാദിന്റെ പുസ്തകം കൊണ്ടുള്ള ഉപയോഗം. അപ്പൊ ശിക്ഷാമൃതം വായിക്കണം, ശ്രീമദ് ഭാഗവതം വായിക്കണം, ചൈതന്യ ചരിതാമൃതം വായിക്കണം. ഡെയിലി 1-2 മണിക്കൂർ മിനിമം വായിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് മിനിമം ഒരു ½ an hour, അരമണിക്കൂറെങ്കിലും വായിച്ചിരിക്കണം. 1-2 മണിക്കൂർ വായിക്കുന്നവർക്ക് അവരുടെ ആധ്യാത്മികത്തിന്റെ ലെവലിൽ മാറി, അവർക്ക് നല്ല കോൺഷ്യസ് ആയിരിക്കും, ഓരോ കാര്യത്തിനും ശ്രദ്ധ ഉണ്ടാകും, ശരി എന്താണ് തെറ്റാണെന്ന് എന്താണെന്ന് മനസ്സിലാക്കും, ഒരാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാമെന്ന് മനസ്സിലാക്കാം, ഒരാളെ എന്താ പറയുക അവരെ നോവിക്കാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ്. ഇനി പ്രയർ, നമ്മളൊരു ഭക്തന്മാര് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഈ ആധ്യാത്മിക ഗ്രന്ഥം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാകണമെന്ന് പ്രാർത്ഥനയുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നാരായണം നമസ്കൃത്യം നരം ജീവനരോത്തമം ദേവിയും സരസ്വതിയും വ്യാസം തതോ ജയമുദിരേ എന്ന് പറയുന്നത്. അപ്പൊ നാരദമുനിയും വ്യാസദേവൻ സരസ്വതി ദേവിയുടെയൊക്കെ അനുഗ്രഹം മേടിച്ചിട്ടാണ് നമ്മളത് പഠിക്കുന്നത്, അല്ലാതെ ചുമ്മാ അല്ല പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അവരുടെ ഗുരു പ്രാർത്ഥനയിൽ കൂടെ നമ്മൾ പഠിക്കണം. ഇനി ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തന്മാരുമായിട്ടുള്ള സംഘം. ഇത് വളരെ അത്യാവശ്യമായിട്ട് പറയും. നമ്മൾ ചിലപ്പം ഓൺലൈൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും, ചിലപ്പോൾ എന്താ പറയുക നമ്മൾ ലെക്ചേഴ്സ് കേൾക്കും, ഭാഗവതം വീട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഡെയിലി വായിക്കുന്നുണ്ടാവും. എന്നിരുന്നാലും ഭക്തന്മാരുടെ സംഘം തമ്മിൽ മുഖത്തോട് മുഖം നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിനെ പോലെ ഉത്തമമായ ഒരു കാര്യം ഒരു ഭക്തന്റെ സ്പർശനം, ഒരു ഭക്തൻ ആലിംഗനം ചെയ്യുന്നത്, ഇതിനെല്ലാം വളരെ മഹാത്മ്യമുണ്ട്. അപ്പൊ ഭക്തന്മാർ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിച്ചേർത്ത് പിടിക്കും. മാതാജിമാർ ഇന്ന് മായപ്പൂരിലൊക്കെ പോയിപ്പോൾ മാതാജിമാരെ കെട്ടിപ്പിടിക്കും, പ്രഭുക്കളെ കെട്ടിപ്പിടിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഭക്തൻ നാമം ജപിച്ച് അവരുടെ കൃഷ്ണാബോധം നമുക്കിങ്ങനെ കിട്ടും. ഒരു സന്തോഷമായിട്ട് നമ്മുടെ ഒരു റിലേറ്റീവ്സ് വരുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ബെസ്റ്റ് ഫ്രണ്ട് വരുന്നു, അവരിങ്ങനെ ഹഗ് ചെയ്യുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിക്കും, ഒരു സന്തോഷം കിട്ടും നമുക്ക്, നമ്മളറിയാതെ. അതേപോലെ ഭക്തന്മാരുടെ നിന്ന് അനുഗ്രഹം കിട്ടും. അവരുടെ പാദം തൊട്ട് നമസ്കരിച്ചാൽ നമുക്ക് അനുഗ്രഹം കിട്ടും. കാരണം എത്രയോ വർഷം കൊണ്ട് നാമം ജപിച്ച് സാധന ചെയ്ത്
അവർ പ്രചരണം ചെയ്ത് ഭഗവാന്റെ ദൃഷ്ടി കൊണ്ട വ്യക്തികളാണ്. ഭഗവാൻ അവരെ കെയർ ചെയ്യുന്ന വ്യക്തികളാണ്. ആ വ്യക്തിയുടെ അനുഗ്രഹം കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഭക്തിയിൽ വരാം. നമ്മുടെ സാധന കൊണ്ട് ഭക്തിയിൽ വരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈമുണ്ട്. പക്ഷെ എങ്ങനെ വരാം? എങ്ങനെ ഭക്തന്മാരെ ഈസി ആയിട്ട് സേവനം ചെയ്തുകൊണ്ട് വരാം? നാരദമുനി എങ്ങനെയാ വന്നത്? എത്രയോ ജന്മം സാധന ചെയ്തിട്ടല്ല നാരദമുനി ഉന്നതമായിട്ട് ഭക്തനായിട്ട് നാരദനായിട്ട് മാറിയത്. എന്താ ചെയ്തത് നാരദമുനി? അമ്മ സേവനം ചെയ്ത ആർക്ക്? ആ ചാതുർമാസ്യം 4 മാസത്തില് ആ വീട്ടിൽ താമസിച്ചിരുന്ന ആ ഋഷിമാർക്കും എല്ലാം ചോറും കറിയും എല്ലാം വെച്ചു കൊടുത്തു. വെച്ച് വിളമ്പി കൊടുത്തപ്പോൾ അവര് കഴിച്ചതിന്റെ ഉച്ചിഷ്ടം സിമ്പിളായിട്ട് കഴിച്ചു, അവരുടെ പെർമിഷനോടുകൂടി. അത്രയും നാരദമുനി ചെയ്തോളൂ. അപ്പൊ ആലോചിച്ചു, നാരദമുനി തപസ്സൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ നാരദമുനിക്ക് ഡിവോഷൻ കിട്ടി. എന്നാൽ ആ ജന്മത്തിൽ ഭഗവാനെ കാണാൻ ഒരിക്കലേ സാധിച്ചുള്ളൂ, കാരണം ഇവരുടെ അനുഗ്രഹം കൊണ്ട്. എന്നാൽ ഭഗവാൻ അനുഗ്രഹിച്ചു അടുത്ത ജന്മത്തിൽ, ജന്മം തുടങ്ങുമ്പോൾ തന്നെ നീ എന്തായിട്ട് വരും? വലിയ ഭക്തനായിട്ട് വരും. അപ്പം ഭക്തന്മാരെ സേവിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ ഇന്ന് കേൾക്കണം. ഒരു തീർത്ഥയാത്ര എന്ന് പറയുമ്പോൾ അവിടെ പോയി സ്ഥലം കണ്ടിട്ട് വന്നിട്ട് സെൽഫി എടുത്തിട്ട് വരുന്നതല്ല തീർത്ഥയാത്ര. വൃന്ദാവനത്തിൽ അമ്പലങ്ങളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ വരും, അതിൽ വലിയ കാര്യമില്ല. വൃന്ദാവനത്തിന് പോയാൽ വൃന്ദാവനത്തിലെ കൃഷ്ണന്റെ ലീലകൾ മഹാത്മ്യം. ഇന്ന് ഒരു 30-40 ഡിവോട്ടീസ് ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഭക്തിവിനോദ മഹാരാജ് അവര് റിക്വസ്റ്റ് ചെയ്ത് മഹാരാജിനെ ഇവിടെ വരുത്തി. മഹാരാജ്, ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങളോടൊപ്പം വരണം, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അവർ എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തു. മഹാരാജ് സമയമില്ലാത്തതുകൊണ്ട് അവർ യാത്ര മാറ്റി അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയം കണ്ടെത്തി അവരെല്ലാം വന്നു. 3 ദിവസം അവർ ഡെയിലി അമ്പലത്തിൽ പോകും, ഇവിടെ വന്ന് കഥകൾ, അവർ പൂന്താനത്തിന്റെ കഥകള്, പട്ടത്തിരിയുടെ കഥകള്, പിന്നെ കുരൂരമ്മയുടെ കഥകള്, ഇങ്ങനെ എല്ലാം ഭക്തന്മാരെ ഇന്ന് കേൾക്കുമ്പോൾ ഗുരുവായൂരപ്പനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അവർ പോയി. ഡെയിലി പോകുന്ന ആൾക്ക് കോൺഷ്യസേ കാണില്ല, എങ്ങനെ പോയി കണ്ടു വന്നു എന്നിരിക്കും. പക്ഷെ ഗുരുവായൂരപ്പനെ എന്താ പറയാ, മനസ്സിൽ അങ്ങനെ ഉൾക്കൊള്ളണം, അങ്ങനെ പതിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹത്തിനെ കുറിച്ച് കേൾക്കണം. അപ്പോ തീർത്ഥയാത്ര എന്ന് പറയുമ്പോൾ എന്താണ്? കേൾക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ്, അല്ലാതെ വെറുതെ പോയി തീർത്ഥത്തിൽ പോയി കുളിച്ചിട്ട് വന്നതുകൊണ്ട് ആയില്ല. അപ്പോൾ ഓരോ തീർത്ഥയാത്ര പോകുമ്പോൾ അവിടുത്തെ ഉത്തമ ഭക്തന്മാരെ ഇന്ന് കേൾക്കണം എന്ന് പറയും. നമ്മുടെ അമ്പലം ഒരുപാട് ദൂരെയാണ്, നമ്മൾ അമ്പലത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് താമസിക്കുന്നുവെങ്കിൽ ഇടയ്ക്കിടയ്ക്കെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആ അമ്പലത്തിൽ വന്ന് സത്സംഗത്തിൽ പങ്കെടുക്കണം, മുഖാമുഖം കാണണം ഭക്തന്മാരുമായിട്ട്. അപ്പോഴാണ് നമ്മുടെ എന്താ പറയാ, ഇപ്പൊ ഒരു വീഡിയോയിൽ കാണുന്നതിനും, വീഡിയോയിൽ ഞാൻ ആരെയും കാണുന്നില്ല, അത് വേറെ. പക്ഷെ വീഡിയോയിൽ കാണുന്നതിനും എന്താ പറയാ, നേരിട്ട് കാണുന്നതിനും വ്യത്യാസമാണ്. നമ്മൾ ആ ഭക്തന്മാരുടെ ഫേസ് കാണുമ്പോൾ അത് നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അവരുടെ തിലകവും അവരുടെ കണ്ടിമാലയും അവരെന്താ പറയാ, ആ ഭക്തന്മാരെ കാണുന്നത് തന്നെ വളരെ ഭാഗ്യമാണ് അവരുടെ. അപ്പോൾ എനിക്കിപ്പോൾ ഭാഗ്യമേ കിട്ടിയില്ല, കാരണം എല്ലാവരും വീഡിയോ ഓഫാണ്. അപ്പോൾ എനിക്ക് ഭാഗ്യം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ദർശനം തരണം. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ഭക്തന്മാരെ കാണാനുള്ള മാർഗം കണ്ടെത്തണം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ചെടിയുണ്ട്, ഈ ചെടിക്ക് വളമിടണം, വെള്ളം ഒഴിക്കണം, അതിനെ പ്രൊട്ടക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ ചെടി വളരത്തുള്ളൂ. ഓക്കെ, ഈ ചെടി നട്ടു, അതായത് ഭക്തി എന്ന് പറയുന്ന ബീജം, ആ വിത്ത് ഇട്ടു, എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നു, അതാണ് ഹരിനാമം. ഹരിനാമം ജപിക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്നതാണ്. ആ ചെടി ഇങ്ങനെ പതുക്കെ പതുക്കെ വളരും. പക്ഷെ ചെടി വളരാൻ വെള്ളം മാത്രം ഒഴിച്ചാൽ പോരാ, നമുക്ക് വളമിടണം. വളമിട്ടാലേ ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. അപ്പോൾ ഈ വളം എന്താണ് എന്ന് ചോദിച്ചാൽ ശാസ്ത്രം പഠിക്കുക. ശാസ്ത്രം പഠിക്കുന്നതനുസരിച്ച് നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇങ്ങനെ നൂല് പോലെ വരും, പെട്ടെന്ന് അത് വാടിപ്പോവും. പെട്ടെന്ന് വെള്ളം മാത്രമല്ലേ കിട്ടുന്നത്, അതിന് ആഹാരം കിട്ടുന്നില്ല. അതേപോലെ ഹരിനാമം മാത്രം ജപിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് പോരാ, നമ്മൾ ചിലപ്പോൾ മായയിൽ പെട്ടുപോകും. അപ്പൊ നമുക്ക് എന്ത് വേണം? ശാസ്ത്രം പഠിക്കണം. ശാസ്ത്രം പഠിക്കുമ്പോൾ മായയിൽ പെട്ട കാര്യം മനസ്സിലാക്കി, മായയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കി, ഇതിന് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ നാമത്തിന് എന്ന് മനസ്സിലാക്കി, എങ്കിൽ നമ്മൾ സ്ട്രോങ് ഡിവോട്ടി ആയിട്ട് വരും. അതുകൊണ്ട് ശാസ്ത്രവും പഠിക്കണം. അപ്പൊ ഈ മരം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് വളർന്നപ്പോൾ നല്ല തളിര് വിട്ട് ഇലയൊക്കെ വരും. ഇപ്പൊ മായ വന്ന് നമ്മൾ എടുത്തുകൊണ്ട് പോകും, അല്ലെ? നല്ല തിളങ്ങി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് മായ കൊണ്ടുപോകും. ആരാണ്? മൃഗങ്ങൾ വന്ന് തിന്നിട്ട് പോകും. അപ്പൊ ഈ മൃഗങ്ങൾ തിന്നിട്ട് പോകാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേലി കെട്ടി പ്രൊട്ടക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ചെടിയെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. അതാണ് അസോസിയേഷൻ. ഈ വേലി എന്ന് പറയുന്ന ഓരോ ഭക്തന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ പറയും, പ്രഭു ഇങ്ങനെ ചെയ്യരുത്, പ്രഭു ഇങ്ങനെ ചെയ്താൽ നമ്മൾ കാണാതെയായി പോകും, ഇങ്ങനെ അപരാധം ചെയ്യരുത് എന്ന് പറയും. ചിലർ പറയും, നിങ്ങൾ ഇങ്ങനെ പ്രസാദം കഴിക്കും, ഈ രീതിക്ക് പ്രാക്ടീസ് ചെയ്യും, സാധിക്കും.
എന്ന് പറഞ്ഞ് അവർ പലതും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. എങ്കിൽ നമ്മളുടെ ഡിവോഷൻ നമുക്ക് വളർത്താൻ സാധിക്കും. അപ്പോൾ ദൂരെ ഇരുന്നാലും ഇടയ്ക്ക് വരിക. ഇനി ഭക്തന്മാരെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്യുക. ഒരു ഭക്തനുണ്ടെങ്കിൽ ആ ഭക്തന്റെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഒരു സന്യാസി, ഒരു ബ്രഹ്മചാരി, എന്താ പറയുക, ഒരു നാമപ്രചരണം ചെയ്യുന്ന ആൾക്കാരെ എല്ലാം വീട്ടിൽ വിളിച്ചിട്ട് അവർക്ക് പ്രസാദം കൊടുക്കുക. അപ്പൊ അവർക്ക് കൃഷ്ണപ്രസാദം കൊടുക്കുമ്പോൾ അവരും ഹാപ്പിയാവും, നമ്മളും ഹാപ്പിയാവും. അവരുടെ കൂടെ ഇരുന്ന് പേഴ്സണലി ഇരുന്നിട്ട് അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കണം. എങ്ങനെയാണ് പ്രഭു ചെയ്യുക? ആ കുടുംബമായിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് കൂടുതലുമായിട്ട് ഭക്തനുമായിട്ട് അസോസിയേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്താണ് ഡിവോഷനിൽ പ്രോഗ്രസ് ഉണ്ടാകും. അത് ഇന്നും നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ സന്യാസിമാർക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. നമ്മുടെ നാട്ടിലാണ് സന്യാസിമാർക്ക് റെസ്പെക്റ്റ് ഇല്ലാത്തത്. സന്യാസിമാരെ വീട്ടിൽ വിളിച്ച് അവർ വന്ന ഉടനെ കാലിൽ വീണ് നമസ്കരിച്ചിട്ട് അവർക്ക് പ്രസാദമൊക്കെ കൊടുത്ത് ഭയങ്കര റെസ്പെക്ട്. ഇന്നും ഈവൻ ഞാനൊക്കെ പോയാൽ തന്നെ മായപ്പള്ളി പോയാൽ മഹാരാജ് എന്ന് വിളിക്കും. മഹാരാജ് എന്ന് പറഞ്ഞാൽ സന്യാസിയാണ്, പക്ഷെ അവരുടെ നാമം ജപിക്കുന്ന എല്ലാവരെയും മഹാരാജ് എന്ന് വിളിക്കും. അവർ ബാബാജി മഹാരാജ് എന്നൊക്കെ വിളിക്കും, ബാബു മഹാരാജ് എന്നൊക്കെ വിളിക്കും. അപ്പോൾ അവർ അത്രയും റെസ്പെക്ട് കൊടുക്കുകയാണ്. കാരണം അവരെല്ലാം ഭഗവാന്റെ ഭക്തന്മാരെന്ന്. അത് തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. നമുക്ക് ഈസി ആയിട്ട് കൃഷ്ണഭക്തി കിട്ടണമെങ്കിൽ ഇതാണ് മാർഗം. ഭക്തന്മാരെ പ്രീതിപ്പെടുത്തുക, ഭക്തന്മാരെ ശ്രവണം കേൾക്കുക, അവരെ കാണുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമസ്കരിക്കുക. ഒരു സന്യാസിയെ കണ്ട് ഒരു ദിവസം നമസ്കരിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഒരു ദിവസം ഫാസ്റ്റിംഗ്, അന്ന് കഴിക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു ഗുരുവിനെ കണ്ടോ ഒരു സന്യാസിയെ കണ്ടോ നമ്മൾ നമസ്കരിക്കാൻ മറന്നാൽ, നമസ്കരിക്കാതെ പോയാൽ അന്ന് പട്ടിണി കിടക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അവരെ കാണുമ്പോൾ നമ്മൾ നമസ്കരിക്കും. ഇൻ കേസ് റോട്ടിലായിരുന്നാൽ പോലും മാനസികമായിട്ടെങ്കിലും നമ്മളിങ്ങനെ അവരെ നമസ്കരിച്ചിരിക്കണം. അങ്ങനെ നമസ്കരിക്കാതെ റെസ്പെക്ട് ചെയ്യാതെ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഈവൻ ദുര്യോധനൻ പോലും വീട്ടിൽ വന്ന ധ്രുവാസുമുനിയൊക്കെ വന്നപ്പോൾ അവരെ റെസ്പെക്ട് ചെയ്തു, അവരെ നമസ്കരിച്ചു. അല്ലെങ്കിൽ യുധിഷ്ഠിര മഹാരാജ് ഡെയിലി സേവനം ചെയ്തവർക്കെല്ലാം വേണ്ടിയിട്ട്. സോ അതും നമ്മൾ ചെയ്യണം. ഈ കാര്യങ്ങളാണ് ഈ ബിഗിനേഴ്സ് ഗൈഡിൽ തുടക്കക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. ഹരേ കൃഷ്ണ. കുറച്ച് സമയം കൂടുതലെടുത്തു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. പ്രണാമം പ്രഭു. പ്രണാമം പ്രഭു. നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നതായാലും, പക്ഷെ അത് കാര്യകാരണ സഹിതം പ്രഭു ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ എന്നോ നമ്മളിപ്പോ അങ്ങനെ ചിന്തിക്കുകയാണ്. റിമൈൻഡ് ചെയ്ത് ഒത്തിരി ഉപകാരം ഉണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരി ബോൽ. പ്രാക്ടീസ് ചെയ്തൊക്കെ എല്ലാവരും. പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നില്ല, അല്ലെ ചെയ്യുമ്പോൾ അത് അത്ര ശ്രദ്ധിക്കുന്നില്ല. പ്രഭു ഇങ്ങനെ പറയുമ്പോഴാണ് അയ്യോ അതങ്ങനെ ചെയ്യേണ്ടതായിരുന്നല്ലോ, അത് ഞാൻ ചെയ്തില്ലല്ലോ ഇപ്പൊ ഇങ്ങനെ മനസ്സിൽ ഓർക്കും. ഒരു ഒത്തിരി നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. ഹരിബോൾ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്ത ആഴ്ച അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.